വിശ്വാസിക്ക് രോഗം വരികയില്ലെന്ന് വരെ വിശ്വസിക്കുന്നവരുണ്ട്. ആരൊക്കെ ഇവിടെ പറഞ്ഞു 70 വയസ്സ് വരെ എനിക്ക് തുമ്മം പനി പോലും വരികയില്ലെന്ന്. ഇവിടെ ഒരു വലിയ യോഗത്തിൽ രോഗിയായ ആളുകളെല്ലാം എഴുന്നേറ്റേക്കെന്ന് പറഞ്ഞപ്പം ഒത്തിരി പേര് എഴുന്നേറ്റ് വന്നപ്പം തിരിച്ച് വേദിയിൽ നിന്ന് ദൈവദാസന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങളൊക്കെ എന്നാ പരിപാടി എവിടെ ചെയ്ത്, നിങ്ങളുടെ സാവ് മുഴുവൻ ദീനക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ, നിങ്ങൾക്ക് വേറെ പണി എന്താണെന്ന് ചോദിച്ച് പരിഹസിച്ചു എന്ന് ഞാൻ കേട്ടു. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ആ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ആ ടൗണിലെ മറ്റ് ശുശ്രൂഷകന്മാർ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ട് അറിയിച്ചതനുസരിച്ച് യോഗം സംഘടിപ്പിച്ച സഭയിലെ പാസ്റ്റർ ദൈവദാസന്മാരെ വിളിച്ചുകൂട്ടി അവരോട് ക്ഷമാപണം ചെയ്യേണ്ടതായും വന്നു. ഇതൊന്നും വേദപുസ്തകത്തിലുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം ക്രമമായും ചിട്ടയായും അടുക്കി പഠിക്കണം. അപ്പോൾ യേശു ക്രിസ്തു രോഗം സൗഖ്യമാക്കി, അല്ലെങ്കിൽ അടിപ്പിണ സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞിട്ടും ഇപ്പം രോഗമുള്ളതുകൊണ്ട് ശാപമുണ്ടെന്ന് ആരും പറഞ്ഞാൽ നിങ്ങളതിന് പുറകെ ശാപത്തിൻ്റെ കാര്യം ബാക്കി ഞാൻ ഇന്നലെ പറഞ്ഞാണല്ലോ. സ്തോത്രം. ഇനി ഞാൻ മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. അപ്പോൾ യേശു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപം ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. സ്തോത്രം. എന്നിട്ട് നമുക്കറിയാം ഡോളറോസായിലൂടി ഗെത്സമനയിലേക്ക് ചെന്നു കർത്താവ് ക്രൂശിക്കപ്പെട്ടു. അവിടെ എങ്ങും ഞാൻ വിശദീകരിക്കുന്നില്ല, പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, ഞാൻ അവിടെ എങ്ങും ഒന്നും പറയുന്നില്ല. ക്രൂശിക്കപ്പെട്ടു. ക്രൂശിലെ 7 മൊഴികളൊക്കെ നമുക്കറിയാം. 6ാമത്തെ മൊഴി ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സകലവും നിവൃത്തിയായി. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ സകലവും നിവൃത്തിയായി. കർത്താവ് പറഞ്ഞത് ഐ ആം ഫിനിഷ്ഡ് എന്നല്ല, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാ. മനസ്സിലായില്ലേ? ഞാൻ ചാകുക, ഞാൻ പോവുക. സ്തോത്രം. സകലവും നിവൃത്തിയായി. അതിന് മൂലകൃതിയിൽ അത് സകലവും നിവൃത്തിയായി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരൊറ്റ പദമാണ് ടെറ്റലസ്റ്റായ് എന്നാണ് ആ വാക്ക്. ടെറ്റലസ്റ്റായ് എന്ന വാക്കിന്റെ അർത്ഥം ഫിനിഷ്ഡ്, കംപ്ലീറ്റഡ്, പെർഫെക്റ്റഡ്, വൺസ് ആൻഡ് ഫോർ എവർ. ഒരിക്കലായിട്ട് കഴിച്ച ശരീരയാഗത്താൽ എന്നേക്കുമുള്ള സൽഗുണ സമ്പൂർത്തി വരുത്തിയിരിക്കുന്നു. അത്രയും ആശയം അതിനകത്തുണ്ട്. നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് നിയമിക്കപ്പെട്ട സകലവും നിവൃത്തിയായി എന്നർത്ഥം. ന്യായപ്രമാണം നിവൃത്തിയായി. മത്തായി 5:17 കർത്താവ് നടത്തിയ ആ മിഷൻ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ വിജയകരമായ കംപ്ലീഷനാണ് സ്തോത്രം ലൂക്കോസ് 19:30 നമ്മൾ കാണുന്നത്. മത്തായി 5:17 എന്ന് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല, നിവർത്തിപ്പാൻ വന്ന ആ മിഷൻ സ്റ്റേറ്റ്മെന്റ്, കർത്താവിന്റെ വരവിന്റെ ദൗത്യം, കർത്താവിടെ വന്നതിന്റെ പ്രധാന ദൗത്യം എന്താണെന്ന് അവിടെ പ്രഖ്യാപിച്ചത്, നിവർത്തിച്ചതാണ്. ലൂക്കോസ് 19:30 കാണും. സകലവും നിവൃത്തിയായി. സ്തോത്രം. സകലവും ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. ലൂക്കോസ് എന്നാണ് പറഞ്ഞത്, യോഹന്നാന. സ്തോത്രം. ഞാൻ ഇടയ്ക്ക് തിരുത്തിയും പറഞ്ഞല്ലേ. സ്തോത്രം. സോറി, ശ്രദ്ധിക്കാതെ പറഞ്ഞു പോയത്. ഐ എം സോറി. യോഹന്നാൻ 19:30 സകലവും നിവൃത്തിയായി. സ്തോത്രം. എന്നിട്ട് എന്താ നിങ്ങൾ പറയാൻ? ഞാൻ സ്തോത്രം. ഇറ്റ്സ് ഓക്കെ, താങ്ക് യു. ഇത് വലിയൊരു ഫോർമൽ മീറ്റിംഗ് ഒന്നും അല്ല എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒരു ഇൻഫോർമൽ ഫെലോഷിപ്പ് എന്നുള്ളത് പോലെയാണ്. സ്തോത്രം. സകലവും നിവൃത്തിയായി. തിരുവെടുത്ത് പരിശോധിച്ചാൽ 3 ഈ പദം പ്രത്യേകം ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഒന്നാമത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യത്തിലുണ്ട്. വായിച്ചെന്ന് ഉൽപ്പത്തി 2:1. വേഗം വായിക്കണേ. നിവൃത്തനായി. മറ്റൊന്ന് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 17-ാം വാക്യത്തിലാണ്. 16-17 അവിടെയും ടെറ്റലസ്റ്റാ എന്ന പദം ഗ്രീക്കിൽ എടുത്ത് സംഭവിച്ചു തീർന്നു. സ്തോത്രം. ഫിനിഷ്ഡ്, നിവർത്തിച്ചു. ഇനി പാപപരിഹാരത്തിന് ഒന്നും ചെയ്യാനില്ല. സ്തോത്രം. എൻ്റെ ആ തീം അനുസരിച്ച് മാത്രം ഞാൻ പോവുകയാണ്. യേശുക്രിസ്തുവിന്റെ ശവമടക്കലും ഉയർപ്പിനെ ആ ഭാഗത്തോടെ ഞാൻ പോകണില്ല. അതൊക്കെ കുറച്ച് പറയണം ഞാൻ വിചാരിച്ചെങ്കിലും ഇന്ന് ആദ്യം കുറേ സമയം വേറെ വിഷയങ്ങൾക്ക് എടുത്തു പോയതുകൊണ്ട് സ്തോത്രം ഞാൻ ആ ഭാഗം ഒഴിവാക്കിയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ തീമിൽ മുമ്പോട്ട് പോയിക്കോട്ടെ. സ്തോത്രം. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. സകലവും നിവൃത്തിയായി. സകലവും.
ഇനി പാപപരിഹാരത്തിന് യാതൊന്നും ചെയ്യാനില്ല, അനുഭവിക്കാനേ ഉള്ളൂ. സ്തോത്രം. ഇനി ന്യായപ്രമാണത്തിന്റെ ചുവട് പിടിച്ചുള്ള യാതൊരു കർമ്മത്തിലും ആരും പോകാൻ പാടില്ല. മനസ്സിലായല്ലോ? സ്തോത്രം. സകലം ഒന്ന് വൃത്തിയായി. ഇനി എന്ത് ചെയ്യണം? മുഴങ്കാലിൽ വിനയപൂർവ്വം വിശ്വാസത്തോടെ ഏറ്റുകൊള്ളണം. മാത്രമല്ല തിരുവെഴുത്ത് പറയുന്നത്, ഇനി ആരെങ്കിലും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിച്ചാൽ അവർ കർത്താവിനെ തള്ളിപ്പറയുകയാണ്. ഗലാത്യർ 5:4 എന്ന് വായിച്ചാട്ടെ. ഗലാത്യർ 5:4 വേഗം വായിക്കണേ. വായിച്ചോ, കേട്ടോ. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, കൃപയിൽ നിന്ന് വീണുപോയി. ഇനി ന്യായപ്രമാണത്തിന്റെ പഴയ നിയമ വ്യവസ്ഥകളുടെ ചുവടുപിടിച്ച് ആരെങ്കിലും എന്തെങ്കിലും കാർമ്മിക ചടങ്ങിലേക്ക് തിരിഞ്ഞു പോയാൽ ക്രിസ്തുവിനെ തള്ളിപ്പറയുക. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. ഉദാഹരണം പറയാം, ആർക്കും മനസ്സിലാകത്തക്ക പോലെ പറയാനത്. നിങ്ങൾ സപ്പോസ് എന്റെ മുമ്പിൽ ഒരു വലിയൊരു സോളിഡ് സ്റ്റീൽ ചെസ്റ്റ് ഇരിക്കുവായിരുന്നെന്ന് സങ്കല്പിക്കുക. അതൊന്ന് മാറ്റണം. ഞാൻ പറഞ്ഞു ഇത് ആർക്കും മാറ്റാൻ ഒക്കെയല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ പറയുമോ ഇതാണോ? നാട്ടുകാർക്ക് ഒക്കെയില്ലാക്കി ഞങ്ങൾക്കൊക്കെ ഈസായിട്ട് വെക്കുന്നു. എന്നാൽ നിങ്ങൾ കൂട്ടത്തിലെ ഏറ്റവും ആരോഗ്യമുള്ള ആളിനെ തന്നെ വിളിച്ചു, ബ്രദർ നിങ്ങൾ വന്ന് നോക്കിയെന്ന് പറഞ്ഞു. അയാൾ വന്ന് പിടിച്ചു എന്നിട്ട് അനങ്ങുന്നില്ല. കുറേ പരിശ്രമം കഴിച്ചേച്ച് അയാൾ ക്ഷീണിച്ചു പോയി അവിടെ ഇരുന്നു. ഇതുമാണ് ഇസ്രായേലിനെ വിളിച്ചത്. മനസ്സിലായല്ലോ? പാപപരിഹാരത്തിനുള്ള വ്യവസ്ഥ ചെയ്തോളാൻ പറഞ്ഞിട്ട് അവര് വന്ന് പരിശ്രമം നോക്കിയിട്ടും ഇസ്രായേലിന് ഒത്തില്ലെങ്കിൽ പിന്നെ ആർക്കും ഒക്കുകയില്ല. അത് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചേ, സ്തോത്രം, ചില സഹോദരങ്ങൾ ഒരുമിച്ച് കൂടി വന്ന് എനിക്കിതൊന്ന് മാറ്റണം. ഒരുമിച്ച് കൂടി വന്ന് ഇത് മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, നിങ്ങൾ മാറ്റിയത് ശരിയായില്ല, തിരിച്ചുവിടെ വെച്ചാൽ ഞാൻ തന്നെ മാറ്റിക്കോളാം എന്ന് പറഞ്ഞ് തിരിച്ച് ആ പഴയ സ്ഥാനത്ത് വെപ്പിച്ചേച്ച് ഞാൻ പിന്നെ അത് കിടന്ന് പിടിക്കുകയാണെങ്കിൽ സ്നേഹത്തോടെ എൻ്റെ സഹോദരന്മാർ ചെയ്ത ശുശ്രൂഷയെ ഞാൻ അവഗണിക്കല്ലേ? അല്ലേ? പാപപരിഹാരത്തിൽ നിയമിക്കപ്പെട്ട വ്യവസ്ഥകൾ ഇസ്രായേലിനെ ഏൽപ്പിച്ചു അവരെ കൊണ്ട് ഒത്തില്ല, ആരെ കൊണ്ട് ഒക്കുകയില്ലെന്ന് വന്നപ്പോൾ കർത്താവ് വന്ന് എല്ലാവർക്കും വേണ്ടി അത് നിവർത്തിച്ചു. ഇനി ആരെങ്കിലും ആ വ്യവസ്ഥയിൽ എന്തെങ്കിലും ഇൻവോക്ക് ചെയ്ത് അത് നിവർത്തിക്കാൻ അതിന്റെ പുറകെ പോവുകയാണെങ്കിൽ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ചതിനെ നിന്നയോടെ തള്ളുകയാണ്. ഇനി ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ. ന്യായപ്രമാണത്താൽ കേട്ടോ, മനസ്സിലായില്ലേ? ഇനി ആരും കാർമ്മികമായ യാതൊരു ശുശ്രൂഷയുടെയും പിന്നാലെ പോകാൻ പാടില്ല. സ്തോത്രം. വിനയപൂർവം വിശ്വാസത്തോടെ താഴ്മയോടെ സ്തോത്രം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയാണ് വേണ്ടത്. കർമ്മമാർഗവും വിശ്വാസമാർഗവും ഓർക്കുന്നുണ്ടോ? സ്തോത്രം. ഇനി കർമ്മമാർഗത്തിലേക്ക് ആരും തിരിയരുത്. ന്യായപ്രമാണത്തിന്റെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇനി തിരിയാൻ പാടില്ല. സ്തോത്രം. എനിക്ക് ഓരോന്നും എടുത്ത് വിശദീകരിച്ചാൽ കൊള്ളാവുന്നുണ്ട്. സ്തോത്രം. എങ്കിലും ഇന്ന് ക്രൈസ്തവ സഭയിൽ തുടർന്നു വരുന്ന പല കാർമ്മികമായ നടപടികളുമുണ്ട്. ഇത് 4-ാം നൂറ്റാണ്ടിന് ശേഷം 14-ാം നൂറ്റാണ്ടിനോടകം സഭയ്ക്കകത്തുണ്ടായതാണ്. സ്തോത്രം. ഇപ്പൊ ഏറ്റവും കൂടുതൽ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു വിഷയം, അത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സ് സംശയം കാണുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതൊന്ന് പറയാം. അതായത് പേര് പറയുമ്പോൾ പബ്ലിക് ആണെങ്കിലും പേര് പറയുന്നതിൽ കുഴപ്പമില്ല. ഡോക്ടർ കെ പി യോഹന്നാൻ എന്ന് പറയുന്ന ദൈവദാസൻ ബിലീവേഴ്സ് ചർച്ച് എന്ന് പറയുന്ന ഒരെണ്ണം കുറച്ച് നാളായിട്ടേ ആരംഭിച്ചതായിരുന്നു. പക്ഷെ ഇപ്പോൾ അടുത്ത സമയത്ത് വലിയ കോളിളക്കം ഉണ്ടാക്കിക്കൊണ്ട് മീഡിയയിൽ തന്നെ അതിച്ചിരി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം പട്ടത്വ സ്വീകരണം നടത്തി. ഓർക്കുന്നുണ്ടോ? പട്ടത്വ സ്വീകരണം നടത്തി. അതുകൊണ്ട് പല സ്ഥലത്തും ചെല്ലുമ്പോൾ ആളുകൾ അതിനെ തന്നെ തെറ്റ് മനസ്സിലായില്ലേ അങ്ങനെ ചോദിക്കുന്ന ഒരു കൂട്ടം. ഒരിക്കലും ഒരു യോഗം കഴിഞ്ഞ് ഭയങ്കര ബഹളം അവിടെ ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ടതല്ല, സംശയം ചോദിക്കാനായിട്ട് വേറെ യോഗം കഴിഞ്ഞപ്പോൾ അവിടെ വന്ന് ആളുകൾ വന്ന് സംശയം ചോദിച്ചു. വിശീകരണം കൊടുത്തപ്പോൾ 2 ചെറിയ ആളുകൾ തിരിഞ്ഞു. പിന്നെ 2 കൂട്ടരും കൂടെ പിടിച്ച് ആ പന്തൽ പിന്നെയും പിടിച്ചിരുത്തി മൈക്ക് ഓൺ ചെയ്യിച്ച്
പിന്നെ പറഞ്ഞു കൊടുത്തു, ശരിക്കും മനസ്സിലാക്കി കൊടുത്ത് സമ്മതിപ്പിച്ചു വിടാനിടയായി. അപ്പൊ ആളുകൾ ഒത്തിരി. അപ്പൊ പ്രിയപ്പെട്ടവരെ, എന്താ അതിനകത്ത് തെറ്റെന്താന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ലേവ്യ പൗരോഹിത്യത്തിന് നീക്കം വന്നു. ലേവ്യ പൗരോഹിത്യത്തിന് നീക്കം വന്നു. ഒരു പ്രിയപ്പെട്ടവൻ എൻ്റെ കയ്യിൽ ഒരു ചോദ്യം എഴുതി ചോദിച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, എന്ന് പറഞ്ഞ അന്യഭാഷ പറയുന്നുണ്ട്. സൗകര്യം പോലെ വല്ലപ്പോഴുമൊക്കെ ഞാനൊരു പഴയ നാമധേയ ക്രൈസ്തവ സഭയിൽ കൂട്ടത്തിൽ സംബന്ധിച്ച് പോകുന്നു, അതിനകത്ത് എന്നതായിട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ സ്വർഗരാജ്യത്തിൽ പോവുകയല്ലേ? സഹോദരങ്ങളെ, ഒന്നും ചെയ്യുന്നത് കൊണ്ടോ ചെയ്യാതിരിക്കുന്നതുകൊണ്ടോ അല്ലെന്നേ, ആയിത്തീരുന്നത് കൊണ്ടാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്. ഞാൻ പല പ്രാവശ്യങ്ങളോട് പറഞ്ഞു. സ്തോത്രം. അവിടെ ഇന്ന് ക്രൈസ്തവ സഭയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് പറഞ്ഞാൽ, ലേവ്യ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയാണ് അവരുടെ ഇടയിലുള്ള പൗരോഹിത്യം എന്നുള്ളൊരു ചിന്തയാണ്. കൂടുണ്ടോ നിങ്ങളെല്ലാവരും? അല്ല. ഒരു ശ്ലോകമുണ്ട്, ഒരു ചൊല്ല, ഒരു ഗാനമുണ്ടല്ലോ, യാക്കോബായ സഭയിലൊക്കെ കേട്ടിട്ടുണ്ട്. ആദ്യാചാര്യനായ അഹറോൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ കൈമാറി യോഹന്നാൻ സ്നാപകന് കൊടുത്തു. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പുരോഹിതനാക്കി. യേശു ശ്ലീഹന്മാർക്ക് കൊടുത്തു. ശ്ലീഹന്മാരുടെ കൈവെപ്പിനാൽ എല്ലാവർക്കും കിട്ടി എന്ന ഒരു ശ്ലോകമുണ്ട്. ആ നല്ല സഹോദരങ്ങളാണ്. അവരുടെ തെറ്റിദ്ധാരണയിൽ അവർ പറയുന്നതാണ്. വേദപുസ്തകം അങ്ങനല്ല പഠിപ്പിക്കുന്നത്. പുതിയ നിയമ പൗരോഹിത്യം എന്ന് പറയുന്നത് മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. കേൾക്കുന്നുണ്ടല്ലോ? സ്തോത്രം. മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള ക്രിസ്തീയ പൗരോഹിത്യമാണ് പുതിയ നിയമത്തിൽ. വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 7-ാം അധ്യായം 11 മുതൽ 28 വരെ വേഗം വായിക്കണം, സമയം വളരെ പോയി. സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹ്റോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരു ആവശ്യം? വായിച്ചോളൂ. പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിന് മാറ്റം വരുവാൻ ആവശ്യം. അപ്പൊ കണ്ടേ, ഇത് രണ്ടും ബന്ധപ്പെട്ടതാ. ന്യായപ്രമാണം മാറിയെങ്കിൽ എന്തും മാറി. ഇന്ന് ക്രിസ്തീയ സഭയിലെ പൗരോഹിത്യം എന്ന് പറയുന്നത് ലേവ്യ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ച ആണോ? അല്ല. ലേവ്യ പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ച അല്ല ഇന്ന് ക്രിസ്തീയ സഭയിലെ പൗരോഹിത്യം എന്ന് പറയുന്നത്. മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം യേശുക്രിസ്തു എന്നേക്കും പുരോഹിതനാണ്. അങ്ങനെ യേശുക്രിസ്തുവിലാണ് നമ്മൾ പൗരോഹിത്യ പദവി പ്രാപിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ദൈവസഭയിൽ എല്ലാവരും രാജകീയ പുരോഹിത വർഗം. വാക്യങ്ങൾ വായിക്കാൻ ഒന്ന് വായിച്ചോളൂ. 1 പത്രോസ് 2:5 മുതൽ 5-ാം വാക്യം 9-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്. ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. 1 വായിച്ചു. 2:5. 1 പത്രോസ് 2:5. കേട്ടോ? വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയും. നമ്മളെല്ലാവരും, ദൈവസഭയിലെ അംഗങ്ങൾ എല്ലാവരും ആരാണ്? രാജകീയ പുരോഹിതന്മാരാ. സഭയിൽ ശുശ്രൂഷകാ വൃന്ദമുണ്ട്. കേൾക്കുന്നുണ്ടോ? ശുശ്രൂഷകാ വൃന്ദം ഈ പൗരോഹിത്യ പദവിയുള്ളവരിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നവരാണ്. ശുശ്രൂഷകാ വൃന്ദം 5 ഗ്രൂപ്പുണ്ട്. അപ്പോസ്തലന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, പിന്നെ സുവിശേഷകന്മാർ, ഇങ്ങനെ 5 അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇങ്ങനെ 5 കൂട്ടം ശുശ്രൂഷക വൃന്ദം സഭയിലുണ്ട്. എന്നാൽ എല്ലാവരും ആരാണ്? രാജകീയ പുരോഹിത വർഗം. ഞാനിത് വിശദീകരിച്ചു തരാം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ഉണ്ടായ സംഭവങ്ങളൊക്കെ പുതിയ നിയമത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആത്മിക സത്യങ്ങൾക്ക് നിഴലാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. 6-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചതൊക്കെ നമ്മുടെ അനുഭവങ്ങൾക്ക് നിഴലാണെങ്കിൽ അവരിൽ ലേവ്യര് പുരോഹിതന്മാരായത് നമ്മൾ പുരോഹിതന്മാരായതിനൊരു നിഴലാണ്.
സ്തോത്രം. നമ്മൾ എങ്ങനെ പുരോഹിതന്മാരായതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരെങ്ങനെ പുരോഹിതന്മാരായെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അവിടെ ഒരു സത്യം മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. നമുക്ക് നോക്കാം പുറപ്പാട് പുസ്തകം 19 അധ്യായം 6 വാക്യവും ആദ്യം ഒന്ന് വായിച്ചേ. 19:6. നോക്കണേ, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇത് മുഴുവൻ ഇസ്രായേലിനോടുമാണ് പറയുന്നത്, മുഴുവൻ ഇസ്രായേലും. സ്തോത്രം. ഇസ്രായേൽ ജനം മുഴുവൻ ദൈവത്തിന് പുരോഹിത രാജ്യത്വമാണ്. അതുകൊണ്ടാണ് 24:5 വായിച്ചേ. പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു, അവർ ഹോമയാഗങ്ങളെ കഴിച്ചു, യഹോവയ്ക്ക് സമാധാനയാഗങ്ങളായി അർപ്പിച്ചു. കേട്ടോ, ആരാ അർപ്പിച്ചത്? ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാർ, ലേവ്യരല്ല. കാര്യം എല്ലാരും ആരാ? പുരോഹിതരാ, രാജകീയ പുരോഹിത വർഗമായതുകൊണ്ട്. സ്തോത്രം. ചില ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ പോയി എന്തോ ചെയ്തു? ഹോമയാഗങ്ങളെ കഴിക്കാൻ പറഞ്ഞു. അവര് പോയി യഹോവയ്ക്ക് ഹോമയാഗങ്ങൾ കഴിച്ചു. സ്തോത്രം. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പൗരോഹിത്യം ലേവ്യരിൽ മാത്രമായി ഒതുങ്ങി. അതെങ്ങനെയാണ്? സ്തോത്രം. വായിക്കാം. 32 അധ്യായത്തിൽ 26 വാക്യം, പുറപ്പാട് പുസ്തകം. മോശ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ ലേവർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. മതി, ഇച്ചോട് വായിച്ചു. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ വാൾ അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവി എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു. കേട്ടോ, ബാക്കി അതിനുമേലുള്ള ഭാഗം വായിപ്പിക്കാഞ്ഞത് സമയം പോകുന്നത് കൊണ്ടാണ്. നിങ്ങൾ വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ വായിച്ചോളൂ. സന്ദർഭം ഇതാണ്, പറയാം. അവർ ഹോരേബിൽ പാർക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യക്ഷതയുണ്ടായി അവർക്ക്. ദൈവം അവരോട് ഇടപെട്ടു. അവർ ദൈവത്തോട് ഉടമ്പടി ചെയ്തു. നമുക്കറിയാമല്ലോ, ഹോരേബ് പർവ്വതം തീയാളുന്ന ഒരു അനുഭവം ഉണ്ടായി. കാഹളനാദം, മേഘം, അന്ധതമസ് എന്ന് വേണ്ട, പർവ്വതം കിടന്ന് തുള്ളുക, അപ്പിടി വിറയ്ക്കുക. വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂരിരുളിൽ നിന്ന് ദൈവം അവരോട് അരുളി ചെയ്തു. കാഹളനാദം ഉറച്ചുറച്ചു വന്നപ്പോൾ ദൈവം അവരോട് അരുളി ചെയ്യുക, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. ദൈവം തന്നെ കൽപ്പനകൾ കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാനും പേടിച്ചു വിറയ്ക്കുന്നു മോശയും പറയത്തക്കതുപോലെ ആ കാഴ്ച അതിഭയങ്കരമായിരുന്നു. സ്തോത്രം. വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. ഒരു മൃഗമെങ്കിലും വേലിയെങ്കിലും തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് കഠിന ശാസനയാണ്. അപ്പോൾ ജനം പറയാൻ തുടങ്ങി, അയ്യോ, ഞങ്ങളോട് ദൈവം സംസാരിക്കരുതേ, ഞങ്ങളെല്ലാവരും മരിച്ചു പോകും. നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾക്ക് ഭയമാകുന്നു. നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ഞങ്ങൾ മരിച്ചു പോകും എന്ന് പറഞ്ഞ ഒരു ഭയന്നു. സ്തോത്രം. അങ്ങനെ ദൈവം പിന്നെ മോശയോട് പറയുകയാണ്, എന്നെ ഉള്ളൊരു ഭീതി. സ്തോത്രം. അവർക്കുണ്ടാകേണ്ടത് ഞാൻ സംസാരിച്ചെന്നേ ഉള്ളൂ, നീ തന്നെ പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ് അവരുടെ പാളയത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തോട് അവർ ഉടമ്പടി ചെയ്തു. വിശദീകരിക്കുന്നില്ല, വീട്ടിൽ ചെന്ന് ആ ഭാഗം വായിച്ചു നോക്കിയാൽ എല്ലാം കാണാം. അവർ ദൈവത്തോട് ഉടമ്പടി, ഞങ്ങൾ നിന്റെ ജനമായിരുന്നോളാം, നീ പറയുന്നതൊക്കെ ഞങ്ങൾ അനുസരിച്ചോളാം. സ്തോത്രം. അങ്ങനെ മോശ പിന്നെയും പർവ്വതത്തിലേക്ക് കയറുകയും ദൈവത്തിൽ നിന്ന് കേട്ട് വന്ന് ജനത്തോട് അറിയിക്കുകയും ചെയ്യുക. ഇങ്ങനെ കേട്ട് അറിയിക്കുകയും ചെയ്യുമ്പോൾ കൂരിളിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് ചെന്ന് അവൻ അരുളി ചെയ്യുന്നതൊക്കെ മോശ പിന്നെ ഒരു പുസ്തകത്തിൽ എഴുതി. സ്തോത്രം. ആ പുസ്തകവുമായി ജനത്തിനിടയിൽ വന്ന ആ പുസ്തകം മുഴുവൻ വായിച്ചു കേൾപ്പിച്ചു. ജനം പറഞ്ഞു, ഇതെല്ലാം ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞപ്പോൾ ഒരു യാഗമൃഗത്തെ യാഗമാക്കി ആ യാഗരക്തം ഒരു പാത്രത്തിലെടുത്ത് മോശ ആ രക്തം ജനത്തിന്റെ മേലും ഈ പുസ്തകത്തിന്റെ മേലും തളിച്ചു. നിങ്ങളുമായി ചെയ്യുന്ന ഉഭയസമ്മതത്തിന്റെ നിയമത്തിന്റെ ഉടമ്പടിയുടെ രക്തമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ അവിടെ ആ നിയമം സ്ഥാപിച്ചു. കവനന്റ് ഉണ്ടായി. രക്തത്താൽ ഒരു കവനന്റ്, ഒരു ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടു. സ്തോത്രം. പക്ഷേ ഇത് കഴിഞ്ഞ് മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. 40 രാവും 40 പകലും അവിടെ ആയിരുന്നു. ഈ ഉടമ്പടിയൊക്കെ ചെയ്ത ജനം മോശയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ മേലെന്ന് പറഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പേ സ്തോത്രം വിഗ്രഹമുണ്ടാക്കി. മിസ്രയീമിൽ നിന്ന് കിട്ടിയ വിഗ്രഹമാണ്. സ്തോത്രം. മിസ്രയീമിൽ നിന്ന് കിട്ടിയ ഭൗമിക നന്മയായി ഇവിടെ ഇപ്പൊ വിഗ്രഹമായിരിക്കുക. കേൾക്കണേ. സ്തോത്രം. അതിനെക്കുറിച്ചുള്ള ആ വിശദീകരണങ്ങൾ വായിച്ചാൽ വളരെ രസകരമായ കാര്യം കാണാം.
ഓരോരുത്തൻ മോശയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അഹരോന്റെ അടുത്ത് ഭയങ്കര നിർബന്ധം പറഞ്ഞപ്പോൾ അഹരോൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ കാതിലെ കടുക്കലൊക്കെ ഇനി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അതെല്ലാം കൊണ്ടു കൊടുത്തു. മോശയോട് പിന്നെ അഹരോൻ പറയുക, ഞാനിതെല്ലാം കൂടെ തീക്കകത്തിട്ട് കാളക്കുട്ടി പുറത്തു വന്നു. എന്നാൽ ദൈവവചനം പറയുന്നുണ്ട് അവൻ കൊത്തുളി കൊണ്ട് വാശ വരുത്തി. ഒരു കമന്റ് അതിന് പറഞ്ഞു, ഇത് രണ്ട് ഏതാണ്ട് സത്യത്തിന്റെ ഒരു നല്ല ചിത്രം നമുക്ക് തരുന്ന ഇത് രണ്ട് വിശദീകരണമാണ്. അതായത് ഈ പിരമിഡിലെ ആഭരണ ശേഖരങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അതിലെല്ലാം ഈ ചെവിയിലിടുന്ന ഈ ആഭരണങ്ങളെല്ലാം മൃഗത്തിന്റെ ശരീരഭാഗങ്ങളുടെ രൂപങ്ങളാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നാട്ടിലൊക്കെ ഉണ്ടല്ലോ പുലി നഖത്താലി എന്നൊക്കെ പറയത്തില്ലേ, പുലിയുടെ നഖത്തിന്റെ ആകൃതിയിൽ താലി ഉണ്ടാക്കുക. ഇതുപോലെ ഒരുത്തന്റെ ചെവിയൽ കാളയുടെ കൊളമ്പ്, വേറൊരുത്തന്റെ ചെവിയൽ കാളയുടെ കൊമ്പ്, മൂന്നാമതൊരുത്തന്റെ ചെവിയൽ കാളയുടെ ഉപ്പൂടി, നാലാമതൊരുത്തന്റെ ചെവിയൽ കാളയുടെ കണ്ണ്, വേറൊരുത്തന്റെ ചെവിയൽ കാളയുടെ മൂക്ക്. ഇങ്ങനെ ഈ കാളയുടെ മൃഗങ്ങളുടെ ശരീരാവയവങ്ങളെല്ലാം വിവിധ രൂപങ്ങളാക്കിയാണ് ഇവർ ആഭരണമായി ധരിച്ചിരുന്നത്. ഇതെല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് തീക്കകത്തിട്ടൊന്ന് വിളക്കി കൂട്ടിയാൽ എന്തായി? ഒരു കാളക്കുട്ടിയായി. അങ്ങനെ എടുപ്പെന്ന് കാളക്കുട്ടി ഉണ്ടാക്കി. എന്നിട്ട് വലിയ ആർപ്പ. എന്താ? യഹോവയ്ക്കൊരു ഉത്സവം. കേട്ടെ യഹോവയ്ക്ക് ഉത്സവം. നടുക്കിരിക്കുന്ന എന്തുവാ? കാളക്കുട്ടി. സ്തോത്രം. ഭയങ്കര ആർപ്പ. ഇങ്ങനെ നമുക്കും കേട്ടോ, നമ്മള് പേര് യഹോവയ്ക്ക അല്ലെങ്കിൽ സത്യവചന പ്രഘോഷണ സുവിശേഷ യോഗം ഇവിടെ നടക്കുന്നത് വേറെ പരിപാടികൾ ആട്ടെ, ഞാൻ അങ്ങോട്ടെങ്ങും പോണില്ല. പ്രിയ ദൈവമക്കളെ, ഒരു നല്ല പേരൊക്കെ ഇട്ടു, പക്ഷെ ആർപ്പും ആരവും ഭയങ്കര നൃത്തമായി. ആ സമയത്താണ് മോശ ഇറങ്ങി വരുന്നത്. മോശ ഇറങ്ങി വരുമ്പോൾ കണ്ട കാഴ്ച അവന്റെ ഹൃദയം തകർത്ത് കളഞ്ഞു. സ്തോത്രം. കയ്യിലിരുന്ന കൽപ്പലകകൾ എറിഞ്ഞുടച്ചേച്ചു. ഉടയ്ക്കാൻ വേണ്ടി എറിഞ്ഞല്ല, എറിഞ്ഞു കളഞ്ഞു. പക്ഷെ അതങ്ങ് ഉടഞ്ഞുപോയി. എന്നിട്ട് ഈ വിഗ്രഹം പൊടിയാക്കി വെള്ളത്തിൽ വെതറി ജനത്തെ കുടിപ്പിച്ചു. മനുഷ്യന്റെ കോപം കണ്ടോ? സ്തോത്രം. ഇന്ന് ഒരു സഹോദരൻ വന്ന് ചോദിച്ചു, മോശ ഈ കൽപ്പലക എറിഞ്ഞുടച്ചിട്ട് എന്താ ദൈവത്തിന്റെ കോപം? അവന്റെ നേരെ ദൈവം എഴുതി കൊടുത്ത കൽപ്പലകയല്ലേ, അത് എറിഞ്ഞുടച്ചിട്ട് എന്താ കോപം ഉണ്ടാകാൻ? സഹോദരങ്ങളെ, ആ കൽപ്പലക എറിഞ്ഞുടച്ചു എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രമാണത്തോടുള്ള മോശയുടെ ആ തീഷ്ണത കൊണ്ട്. It was because of his zeal, enthusiasm for the law of the Lord. ആ പ്രമാണത്തിന് വേണ്ടിയുള്ള തീഷ്ണതയാണ്. സ്തോത്രം. അതുകൊണ്ടാണ് അത് കുറ്റമായി കണക്കാക്കാഞ്ഞത്. ശ്രദ്ധിക്കണേ. എന്നിട്ട് വെള്ളത്തിൽ വെതറിയവരെ കുടിപ്പിച്ച ശേഷം മോശ മാറി നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതാ ഇവിടെ വായിച്ചത്. യഹോവയുടെ പക്ഷത്തുള്ളവൻ വരട്ടെ പറഞ്ഞപ്പോൾ ആര് കയറി ചെന്നു? ലേവ്യര് കയറി ചെന്നു. കൂട്ടത്തിൽ അവർ വലിയ വിശേഷപ്പെട്ടവരൊന്നും അല്ല, ഒരുപോലെ പാപം ചെയ്തവരാ അല്ലേ? ഒരുപോലെ പാപം ചെയ്തവരാ. പക്ഷേ പാപത്തിന്റെ പാളയത്തിൽ ദൈവത്തിന്റെ ആഹ്വാനം മുഴങ്ങിയപ്പോൾ പാപത്തിന്റെ പാളയത്തോട് യാത്ര പറഞ്ഞ്, സ്തോത്രം, പരിശുദ്ധനായ ദൈവത്തിന്റെ പാദങ്ങളിൽ തങ്ങളെ സമർപ്പിച്ചവരെ പുരോഹിതന്മാരായി നിയമിച്ചു. സ്തോത്രം. മനസ്സിലായില്ലേ? പാപത്തിന്റെ പാളയത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് പാപം ചെയ്ത് കഴിഞ്ഞവരാ. പക്ഷേ ദൈവത്തിന്റെ ആഹ്വാനം മുഴങ്ങിയപ്പോൾ പാപത്തിന്റെ പാളയത്തോട് യാത്ര പറഞ്ഞ്, സ്തോത്രം, ദൈവത്തിനായി തങ്ങളെ സമർപ്പിച്ചു. തൊട്ടുടനെ കിട്ടിയത് എന്താ? കൽപ്പന. വളരെ കേട്ടാൻ പറഞ്ഞു. മുഖം നോക്കണ്ട, ചാർച്ചക്കാരനാണോ ബന്ധുവാണോ സ്നേഹിതനാണോ ഒന്നും നോക്കണ്ട, ഇറങ്ങി കൊന്നേക്കാൻ പറഞ്ഞു. സ്തോത്രം. പാളയത്തോട് യാത്ര പറഞ്ഞു എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ കൽപ്പന മുഖം നോക്കാതെ അനുസരിക്കാൻ അവർ തങ്ങളെ ഏൽപ്പിച്ചു. സ്തോത്രം. വാള്, ആത്മാവിന്റെ വാള് ദൈവവചനമാ. ദൈവവചനം അനുസരിക്കുന്നതിൽ മനുഷ്യ രക്തങ്ങളെ പരിഗണിക്കാതെ, മുഖം നോക്കാതെ, സ്തോത്രം, തങ്ങളെ തന്നെ കർത്താവിനായി ഏൽപ്പിച്ചു കൊടുത്ത വേർതിരിക്കപ്പെടുന്നവരാണ് പുരോഹിതന്മാർ.
ഇസ്രായേൽ ജനത്തിൽ നിന്ന് ലേവ്യരെങ്ങനെ പുരോഹിതന്മാരായോ അങ്ങനെ ഇന്ന് നമുക്കും പൗരോഹിത്യ പദവി ലഭിച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? സ്തോത്രം. ഞാനും പാപത്തിന്റെ പാളയത്തിലായിരുന്നു. സ്തോത്രം. പാപം ചെയ്തുകൊണ്ട് കഴിഞ്ഞിരുന്നു. എന്നാൽ 63 ഫെബ്രുവരി 3 സ്തോത്രം, ദൈവത്തിന്റെ കൃപയാൽ സ്തോത്രം, ആഹ്വാനം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വ്യക്തമാക്കി തന്നപ്പോൾ സ്തോത്രം, ഒരു പുതിയ ജീവിതത്തിനായി ഞാൻ എന്നെ സമർപ്പിച്ചു കൊടുത്തു. അവന്റെ വചനം അനുസരിക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തു. സ്തോത്രം. അങ്ങനെ ദൈവം എന്നെ പൗരോഹിത്യ പദവിയിൽ സ്വീകരിച്ചു. ഞാൻ ഇന്ന് രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവനാണ്. സ്തോത്രം. സ്ത്രീകൾക്ക് വട്ടം കൊടുക്കാമെന്ന് പറഞ്ഞ് ഭയങ്കര വേളമായ മനസ്സിലാവുന്നുണ്ടോ? അത് ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ വിച്ച് ഡസ് നോട്ട് എക്സിസ്റ്റ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിൽക്കാത്ത ഒരു 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 പ്രശ്നമാണ്. അതിന് ഒരു വാലിഡിറ്റിയും ഇല്ല. കേൾക്കണേ? സ്തോത്രം. എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീക്കും എല്ലാം പൗരോഹിത്യ പദവി ആര് കൊടുത്തിരിക്കുക? കർത്താവ് കൊടുത്തിരിക്കുക. ഇങ്ങനെ. പിന്നെ അത് ഒന്നുകൂടി കൃത്യമാക്കി പറഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞാൽ, അധ്യക്ഷ സ്ഥാനത്തേക്ക് കൈവച്ച് വേർതിരിക്കുന്നതിന് സ്ത്രീകളെ പരിഗണിക്കാമോ എന്നുള്ളത് അതാണ് ഇഷ്യൂ. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്ത്രീകളെ കൈവച്ച് വേർതിരിക്കുന്ന കാര്യം, അതാണ് ഇഷ്യൂ, അല്ലാതെ പൗരോഹിത്യമല്ല ഇഷ്യൂ. വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിന് ദൈവത്തിന്റെ വചനം അനുവദിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അധ്യക്ഷൻ എന്നുള്ളത് പുരുഷന്റെ മേൽ കർത്തൃത്വം നടത്തുവാനോ സ്തോത്രം ഒന്നും ദൈവം ദേഷ്യം വരല്ല. ഞാൻ ആന്റി ഫെമിനിസ്റ്റ് ഒന്നും അല്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം വെച്ചിരിക്കുന്ന വ്യവസ്ഥ. സ്തോത്രം. കേൾക്കണേ? അപ്പോൾ പൗരോഹിത്യ പദവി ഇങ്ങനെ നമ്മൾ പ്രാപിച്ച്, എല്ലാവരും പൗരോഹിത്യ പദവി പ്രാപിച്ചവരാണോ? സ്തോത്രം. പാപത്തിന്റെ പാളയത്തോട് യാത്ര പറയാം. അങ്ങനെ പൗരോഹിത്യ പദവി പ്രാപിച്ചവർ മാത്രമേ ദൈവത്തെ നമസ്കരിപ്പാൻ അവകാശമുള്ളവരായിട്ടുള്ളൂ. അത് മറക്കരുത്. ലേവ്യ പൗരോഹിത്യത്തിന് നീക്കം വന്നു. ഇനി അതിന്റെ ചുവട് പിടിച്ചുള്ള യാതൊരു പൊടിപ്പും തൊങ്ങലും കുപ്പായവും എടക്കെട്ടും നടുക്കെട്ടും കാൽച്ചട്ടയും തലപ്പാവും മാർപ്പതക്കവും യാതൊന്നും, വടിയും മുടിയും കൊടയും, ഇതൊന്നും ഒരിക്കലും പാടില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ യേശുക്രിസ്തുവിന്റെ കാൽവറി ബലിയെ തള്ളിക്കളയുന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്നെ തെറ്റിദ്ധരിക്കാൻ ഞാൻ പറയുന്നത് ദൈവവചനമാണ്. നിങ്ങൾക്ക് ആരുടെ മുമ്പിലും എന്നോട് വിശദീകരണം ആവശ്യപ്പെടാം. ആരുടെ മുമ്പിലും വിശദീകരണം തരുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെ യേശുക്രിസ്തുവിന്റെ വിസ്താരവേളയിൽ തന്നെ അതിന് നീക്കം വന്നു. ഞാൻ ഒരെണ്ണം ഒന്ന് കാണിച്ചു തരാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന് 65-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. മത്തായി 26-65. മതിയല്ലോ. ഇനി ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തിന് 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. ലേവ്യ 21-10. അഭിഷേകത്തൈലം തലയിൽ ഒഴിക്കപ്പെട്ടവനും വസ്ത്രം ധരിപ്പാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായി തന്റെ സഹോദരന്മാരിൽ മഹാപുരുഷനായവൻ തന്റെ തലമുടി പിച്ചിപ്പറിക്കുകയും വസ്ത്രം കീറുകയും അരുത്. അവരുടെ ഇടയിൽ അത് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ. അവൻ എന്ത് ചെയ്യാൻ പാടില്ല? വസ്ത്രം വലിച്ചു കീറാൻ പാടില്ല. താൽമൂദിൽ വിശദീകരണമുണ്ട്. ഒരു പുരോഹിതൻ വസ്ത്രം കീറിയാൽ ആ കൂറിൽ നിന്ന് പൗരോഹിത്യം നീക്കപ്പെടും. ആ കൂറുകാരെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളയും. മഹാപുരോഹിതൻ വസ്ത്രം കീറിയാലോ ആ മുഴുവൻ കൂറുകാരും നീക്കപ്പെട്ടതിന് അടയാളമാണ്. അതൊക്കെ ദൈവത്താൽ സംഭവിച്ചതാണ്. സ്തോത്രം. മഹാപുരോഹിതൻ ഇവിടെ വസ്ത്രം കീറി യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ സ്തോത്രം, മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തി മാറുകയും ചെയ്തു. നമ്മൾ വിചാരിക്കരുത് നിസാരം നമ്മുടെ ഈ കട്ടൻ പോലൊരു കട്ടനാണ്. അല്ലല്ല.
നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നീ 4 തരം നൂലുകൊണ്ട് ഒരു പീത്തിയുടെ കനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ, ഇറ്റ് വാസ് എ സോളിഡ് മാസീവ് തിങ്. അത് വലിയ ബലമുള്ള കൊളുത്തുകളാൽ തൂക്കിയിട്ടിരുന്നതും കെഹാത്യർ വളരെ കഠിനാധ്വാനം കഴിച്ച് ചുമന്നുകൊണ്ട് പോയിരുന്നതുമാണ്. ആ തിരശീല മേൽ തൊട്ടടിയോളം 2ആയി ചീന്തിപ്പോയി. സങ്കടം അതല്ല, അത് കഴിഞ്ഞപ്പോൾ ചീന്തി മാറിയ തിരശീല അവര് കൂട്ടി തുന്നി. കീറിയ കുപ്പായം പിന്നെയും കൂട്ടി തുന്നി. ഇവിടെ ഇതെല്ലാം നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. ആ പഴയതിൻ്റെ പുറകെ അവർ പോയി. പ്രിയപ്പെട്ടവരെ, ഇനി കാർമ്മികമായ ഒന്നിൻ്റെയും പിന്നാലെ നാം പോകാൻ പാടില്ല. നമ്മുടെ സഹോദരങ്ങളെ കണ്ണു തുറക്കാനായി നമ്മൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹത്തോടെ വിശദീകരിച്ചു കൊടുക്കണം. സ്തോത്രം. ഇന്നിതാ ദൈവം നമുക്ക് എല്ലാവർക്കും പൗരോഹിത്യ പദവി നൽകി തന്നിരിക്കുകയാണ്. സ്തോത്രം. ഇതുപോലെ തന്നെയാണ് ചടങ്ങ് ആരാധനയും പാടില്ല. ഇവിടെ ഞങ്ങൾ വന്ന് സംസാരിച്ചപ്പോൾ ആരാധന എന്ന വിഷയം, നമ്മൾ ഒരു ചടങ്ങ് ആരാധനയിലും പോകരുത്. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ചടങ്ങ് ആരാധന കടന്നു വരുന്നുണ്ട്. സങ്കീർത്തന വായന കഴിഞ്ഞേച്ച് എഴുന്നേറ്റ് നമുക്കിനി ഇച്ചിരി നേരം ആരാധിക്കാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് തമ്പാറ് കൊട്ടി ഓർഗന്റെ രാഗം കൂട്ടി എക്കോ ഇഫക്റ്റ് ഒക്കെ അങ്ങോട്ട് ചേർത്ത് ആവേശത്തളലിൽ ഒരു ഇത്തിരി നേരം ആർത്ത ഉല്ലസിച്ച് പറയുന്ന ആ ഒരു സമയത്തെ മാത്രമായി എന്താ ഈ പറയുന്നത്? ഇപ്പം അത് അല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ തല്ലാൻ വരുന്ന പോലെ വരും. കൊട്ടാരക്കര അടുത്ത് തൃക്കണ്ണമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് IPCയുടെ ഒരു വലിയ സഭയുണ്ട്. അവിടെ 4 ദിവസം ആരാധന തിരുവചന വെളിച്ചത്തിൽ എന്നുള്ളതിന് ക്ലാസ് എടുത്ത് 2 മണിക്കൂറൊക്കെ ഇത് കിട്ടുമായിരുന്നു. നിറയെ ജനം ദൈവമക്കൾ താല്പര്യമായി വന്നു. 4 ദിവസവും 2 മണിക്കൂർ ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഏതാണ്ടൊന്ന് പറഞ്ഞു കൊടുക്കാനെത്തും. പ്രിയപ്പെട്ടവരെ, ആരാധന ചടങ്ങാകരുത്. ഇവിടെ നോക്കണേ, നാമധേയ ക്രൈസ്തവ സമൂഹത്തിൽ ന്യായപ്രമാണത്തിന്റെ ചുവട് പിടിച്ച് അവിടെ പഴയ നിയമത്തിൽ എന്തുകൊണ്ടായിരുന്നു? ധൂപക്കുറ്റിയും, മനസ്സിലായില്ലേ, ബലിയർപ്പണവും വിശേഷ വസ്ത്രങ്ങളും, മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്നുള്ളതുപോലെ വകതിരിച്ചുള്ള പള്ളിയുടെ ഭാഗങ്ങളും ഇതൊക്കെ ആയിക്കൊണ്ട് അതിൻ്റെ ചുവട് പിടിച്ച് നമ്മുടെ സഹോദരങ്ങൾ തെറ്റിദ്ധാരണയിൽ ന്യായപ്രമാണത്തിന്റെ നൂലാമലിൽ കുരുങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ മാറി നിന്ന് വിരൽ ചൂണ്ടി വിമർശിക്കല്ല, സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം. അത് പറയാം ഞാൻ. ശരി, ഞാൻ ആ ഭാഗം കൂടെ തീർക്കാൻ ഒക്കുമെന്ന് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കെ നോക്കിയത് പറയാം. സ്തോത്രം. അങ്ങോട്ട് വരുന്നേ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ആദ്യം കുറേ സമയം വേറെ വിഷയത്തിൽ വേണ്ട. ഇന്ന് എൻ്റെ പ്ലാനിൽ ഒട്ടും ആയില്ല, 3-1 പോലും ആയില്ല. എന്നാലും സാരമില്ല. സ്തോത്രം. വിശദീകരണം തന്നിട്ടേ പോവുകയുള്ളൂ. സ്തോത്രം. ഞാൻ ഒരു വാക്കെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശദീകരണം ചോദിക്കാൻ അവകാശമുണ്ട്. അപ്പോൾ നോക്കണേ, അങ്ങനെ പോകരുത് ഒരിക്കലും. കാർമ്മികമായ ചടങ്ങിലേക്ക് പോകരുത്. അപ്പോൾ ആരാധന കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. നമ്മുടെ ഇടയിലെ കാര്യം പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും. ആ ദേഷ്യം വരട്ടെ. സ്തോത്രം. തിരുത്താൻ മനസ്സുണ്ടെങ്കിൽ തിരുത്തണം. വായിച്ച ഒരു വാക്യം ഒന്ന് വായിച്ചു പോകാം. റോമാലേഖനം 9-ാം അധ്യായം. റോമാലേഖനം 9-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ ക്രിസ്തുവിൻ സത്യം പറയുന്നു, ഞാൻ പറയുന്ന ഫോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട്. എന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവ് സാക്ഷിയായിരിക്കുന്നു. വായിച്ചു വേഗം വായിക്കും. പ്രകാരം എന്റെ ചാർച്ചക്കാരായി എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. വായിച്ചോളൂ. അവർ ഇസ്രായേലിൽ പിതൃത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്ക് കേട്ടോ. ഒരു നിമിഷം മതിയല്ലോ. ആരാധന, ചടങ്ങ് ആരാധന ആർക്കുള്ളതാ? എന്താ പറഞ്ഞേ? വായിച്ചത് എന്താ? ആർക്കുള്ളതാ അത്? എന്നിട്ട് നമ്മളിവിടെ ഞായറാഴ്ച വിശുദ്ധ സഭായോഗം, ആരാധന മുഴു ജീവിതവും ദൈവത്തിന് കൊടുത്തതാ. മനസ്സിലായോ? നമ്മുടെ കൂടിവരവ് എന്താണ്? വിശുദ്ധ സഭായോഗം.
സ്തോത്രം. പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലുമാണ് ദൈവത്തിന് മഹത്വം വരുത്തുന്ന ഒരു യാഗമായി അർപ്പിക്കപ്പെടുന്നത്. അതാ അതിൻ്റെ അർത്ഥം. ആട്ടെ, നേരം കിട്ടുകയാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാം. സ്തോത്രം. അപ്പോൾ ആരാധനയെന്ന് നിങ്ങൾ ഇന്ന് ആദ്യം അങ്ങോട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് 2 വാക്ക് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. എന്നെ കേൾക്കണേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ സഭായോഗം, കൂട്ടായ്മ, സ്തോത്രം, മുഴുജീവിതവും ദൈവത്തിന്റെ മഹത്വത്തിനായിരിക്കണം. റോമർ 12:1 സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. മുഴുജീവിതവും ദൈവത്തിന് മഹത്വത്തിന് കൊടുക്കുമ്പോഴാണ് സ്തോത്രം ആരാധനയാകുന്നത്. സ്തോത്രം. അല്ലാതെ ഇച്ചിരി നേരം പ്രാടിയതുകൊണ്ടും നമ്മുടെ ഇടയിലുള്ള ചിന്ത ഇപ്പം വന്ന് കുറേ നേരം മറുഭാഷ ഉള്ളതോ ഇല്ലാത്തതോ ഉണ്ടാക്കിയോ ഒരാവേശ തളലിൽ കുറേ നേരം നമ്മളെങ്ങനെ പറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആരാധിച്ചു. എനിക്ക് സങ്കടം തോന്നുന്ന വേറെ കുറേ കാര്യമുണ്ട്. ആരാധിച്ച് വിടുതലെടുക്കുക, ആരാധിച്ച് സൗഖ്യം പ്രാപിക്കുക, എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് രോഗസൗഖ്യം പ്രാപിക്കെന്ന് പറ. പ്രാർത്ഥിച്ച്. ശരിക്കും ദേഷ്യം വരുന്നുണ്ട്, ദേഷ്യം വരുത്താനായിട്ടാണ്. അതുകൊണ്ട് മുഴു ജീവിതവും ആർക്കുള്ളതായിരിക്കണം? ദൈവത്തിനുള്ളതായിരിക്കണം. അതിൽ കുറഞ്ഞതൊന്നും കൊണ്ട് ദൈവം തൃപ്തിപ്പെടുകയില്ല. അപ്പോൾ ആരാധന എന്ന് പറഞ്ഞാൽ മുഴുജീവിതവും യാഗമായി ദൈവത്തിന് കൊടുക്കുന്നതാണ്. സ്തോത്രം. അപ്പൊ നോക്കണേ, ചടങ്ങിലേക്ക് പോകുന്നുണ്ടോ? പതുക്കെ ചടങ്ങിലേക്ക് നമ്മളും പോകരുത്, വചനത്തിനകത്ത് നിൽക്കണം. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ ഇച്ചിരി വാക്കൂടെ പറഞ്ഞു നിർത്താം. ഇത് ഇച്ചിരി ഫാസ്റ്റ്, അതേ നോക്കല്ലേ പ്ലീസ്. ന്യായപ്രമാണം നിവർത്തിക്കപ്പെട്ടെങ്കിൽ നീക്കപ്പെട്ടു. സ്തോത്രം. അതെ, നിവർത്തിച്ച് നീങ്ങി. കേട്ടെ. ഈ ശാബത് മിഷൻകാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അറിയാമല്ലോ, ശാബത് മിഷൻകാര് ഇടയ്ക്കിടയ്ക്കൊക്കെ അവരിങ്ങനെ ശക്തിയായിട്ടങ്ങ് പ്രവർത്തിക്കും. ഈ അടുത്ത സമയത്ത് നാട്ടിൽ നല്ല ശക്തിയായിട്ട് അവർ ചിലടത്ത് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഖണ്ഡനയോഗം നടത്തേണ്ടി വന്നു ഇപ്പം. സ്തോത്രം. തൊടുപുഴ. അവര് വീട്ടിൽ കയറി വരും. ശരി. അപ്പം ന്യായപ്രമാണം നിവർത്തിച്ചു നീങ്ങിയോ? ബുദ്ധിയുള്ളവരാണെ പറയും നിവർത്തിച്ചു നീങ്ങി. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? എന്താ പറയുന്നു? സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ഇവിടില്ലേ? പിന്നെ ലോകം മുഴുവനുണ്ടല്ലോ. LNG വൈറ്റ്. കേട്ടെ എന്താ പറയുന്നു? 10 കൽപ്പന നീങ്ങിയോ? നിങ്ങൾ മിടുക്കന്മാരാ, മിണ്ടുന്നില്ല. നീങ്ങിയില്ലെന്ന് പറഞ്ഞാൽ അവർ പിടിക്കും. അപ്പൊ എന്നാ 10 കൽപ്പന നീങ്ങിയില്ലെന്ന് പറഞ്ഞാൽ എന്നാ ശാബത്ത് ഉണ്ടോ? 7-ാം ദിനം ശബത്ത് ആചരിക്കണം. കൊള്ള. അപ്പൊ ഇനിയിപ്പോ കൊലപാതകം ചെയ്യാമല്ലോ, ഇനിയിപ്പോ മോഷ്ടിക്കാമല്ലോ, ഇനിയിപ്പോ മോഹിക്കാമല്ലോ, ഇനിയിപ്പോ അപ്പനെയും അമ്മയും ബഹുമാനിക്കണ്ടല്ലോ. സ്തോത്രം. എന്ത് പറയുന്നു? സഹോദരങ്ങളെ, അത് നിവർത്തിച്ച് നീങ്ങി. സ്തോത്രം. നിവർത്തിച്ചു നീങ്ങി. ഇന്ന് ഞാൻ മോഷ്ടിക്കരുതെന്ന് കൽപ്പനയുള്ളത് കൊണ്ടല്ല. സ്തോത്രം. കൊലപാതകം ചെയ്യാത്തത് അങ്ങനെ ഒരു കൽപ്പനയുള്ളത് കൊണ്ട് ഞാൻ ആ കൽപ്പന പാലിക്കുന്നു എന്നല്ല. എനിക്കകത്തു മാറ്റം വന്നു. എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? ന്യായപ്രമാണം നിവർത്തിച്ച് നീങ്ങി. ഇനി ആരെങ്കിലും നിങ്ങളോട് ന്യായമായ സംശയമോ വിശദീകരണമോ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അവർ പറയും, അടുത്ത എന്താ പറയുന്നറിയോ? അല്ലെ വേന്ദ്രന്മാരാ. ഞാൻ മലബാർ സൈഡിൽ ചില ദിവസങ്ങൾ താമസിച്ച് യോഗങ്ങൾ നടത്തുമ്പോൾ ഒരു ദിവസം രാവിലെ അതിൽ പ്രമാണപ്പെട്ട ചിലർ വന്നു, തർക്കവും കൊണ്ടുവന്നു. എന്നിട്ട് അവർ പറയുന്നത് ന്യായപ്രമാണത്തിന്റെ ഭാഗമല്ല 10 കൽപ്പന. 10 കൽപ്പന വേറെയാ, അത് ഇറ്റേണലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇറ്റേണൽ, യൂണിവേഴ്സൽ ആൻഡ് ഇറ്റേണൽ, എല്ലാ സാർവലൗകികവും നിത്യവുമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ബഹളം തുടങ്ങി. നമുക്ക് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടല്ലോ. വായിച്ച് യാക്കോബ് ലേഖനം എടുത്തു. 10 കൽപ്പന ന്യായപ്രമാണത്തിന്റെ ഭാഗമാണ്.
വായിച്ചാട്ടെ. 2-ാം അധ്യായം, യാക്കോബ് ലേഖനം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. വായിച്ചോളൂ, വായിച്ചോ. മതിയല്ലോ, കേട്ടെ. അപ്പോ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ന്യായപ്രമാണത്തിൽ ഒരുത്തൻ ഒന്നിൽ തെറ്റിയാൽ മുഴുവനും തെറ്റി. കീപ് ഇറ്റ് ആസ് എ ഹോൾ ഓർ ബ്രേക്ക് ഇറ്റ് ആസ് എ ഹോൾ എന്നാണ്. ഒന്നുകിൽ അത് മുഴുവനും കൂടെ നീ പാലിക്കുന്നു, അല്ലെങ്കിൽ നീ ഒന്നിൽ തെറ്റിയാൽ മുഴുവനും തെറ്റിച്ചു. ചില പരീക്ഷ പോലെ പണ്ടുണ്ടായിരുന്നല്ലോ, 10ാം ക്ലാസ്സിൽ 6 വിഷയമാണ്. ഒരു വിഷയത്തിൽ തെറ്റി 5 വിഷയത്തിന് 90% ഉണ്ട്, ഒരു വിഷയത്തിന് 20% ഉള്ളൂ. എന്ത് ചെയ്യണം? എല്ലാം പോയി. 6 വിഷയം പിന്നെ എഴുതണം. മനസ്സിലായില്ലേ? ഏതാണ്ട് അതുപോലെ ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി. അതിന് ഉദാഹരണം പറയുന്നത് എവിടുന്നാ? 10 കൽപ്പന അല്ലേ? അപ്പൊ ന്യായപ്രമാണത്തിൽ ഒന്നിൽ തെറ്റിയാൽ എല്ലാത്തിലും തെറ്റി എന്നുള്ളൊരു ഉദാഹരണം എടുത്തിരിക്കുന്ന 10 കൽപ്പനയിൽ നിന്ന്. അപ്പൊ 10 കൽപ്പന ന്യായപ്രമാണത്തിന്റെ ഭാഗമാണോ? പറ, ആണോ? 10 കൽപ്പന ന്യായപ്രമാണത്തിന് പിരിയാത്ത ഭാഗമാണ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ന്യായപ്രമാണം നിവർത്തിച്ചെങ്കിൽ എന്തും നിവർത്തിച്ചു. 10 കൽപ്പന നിവർത്തിച്ചു. വ്യക്തമായില്ലേ? 10 കൽപ്പന നിവർത്തിച്ചു. നിവർത്തിക്കപ്പെട്ടത് കൊണ്ട് കാലഹരണപ്പെട്ടു, നീങ്ങി. അതുകൊണ്ട് നമ്മൾ 7th ഡേ ശാബതൊന്നും ആചരിക്കണ്ട. സ്തോത്രം. അപ്പനെ അമ്മയെ അനുസരിക്കുന്നത് സ്തോത്രം. കൽപ്പന കിടക്കുന്നതുകൊണ്ട് അത് സൂക്ഷിക്കണമല്ലോ എന്നും കണ്ടല്ല. അതെന്റെ ജീവിതം തന്നെ രൂപാന്തരപ്പെട്ടു. മുമ്പ് ബഹുമാനിച്ചിരുന്നതിനേക്കാൾ ഞാനിന്ന് ബഹുമാനിക്കുന്നു. ഒരുത്തരം വീണ്ടും ഞാൻ പ്രാപിച്ചാണ്. ഹി ബിക്കംസ് എ ബെറ്റർ സൺ, എ ബെറ്റർ ഫാദർ, എ ബെറ്റർ ഹസ്ബൻഡ്, എ ബെറ്റർ വൈഫ്. സ്തോത്രം. വീട്ടിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടു, ഭർത്താവ് രക്ഷിക്കപ്പെട്ടു, ഭാര്യ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ആ ഭാര്യ ആ ഭർത്താവിൽ ഒന്നുകൂടി മെച്ചപ്പെട്ട ഒരു ഭർത്താവിനെ കാണണം. മനസ്സിലാവുന്നുണ്ടേ? സ്തോത്രം. എന്റെ ഭർത്താവിൽ വന്ന മാറ്റം തിരിച്ചും. ഹല്ലേലൂയ. അല്ലാതെ കേൾക്കണേ, അല്ലാതെ വിശ്വാസി അവിശ്വാസി നമ്മൾ ഇണയില്ലപ്പെടാ നോ. അങ്ങനെയൊക്കെ പറഞ്ഞു വേല പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒക്കെ കേൾക്കാറുണ്ട്. നോ, ദാറ്റ്സ് നോട്ട് റൈറ്റ്. Once a person is born again, he becomes a better husband, better son, better employee, better employer, better tenant, better landlord, better businessman. സ്തോത്രം. അങ്ങനെ ആയിരിക്കണം. സ്തോത്രം. അപ്പൊ അതാണ് കൽപ്പന കിടക്കുന്നത് കൊണ്ടല്ല, എനിക്ക് മാറ്റം വന്നതുകൊണ്ട്. അതാണ് ഗിരിപ്രഭാഷണത്തിൽ എന്റെ കർത്താവ് ചെയ്തത്. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് 10 കൽപ്പനകളെ ആത്മികവൽക്കരിച്ചു. മനസ്സിലാവുന്നുണ്ടേ? ആത്മികവൽക്കരിച്ചു. നമ്മൾ ആദ്യമേ ചിന്തിച്ചല്ലോ, കത്തിയെടുത്ത് കുത്തി കൊല്ലാതിരുന്നാ മതിയായിരുന്നു അന്ന്. ഇപ്പൊ ആണെങ്കിൽ കോപിക്കാൻ പോലും പാടില്ല. സ്തോത്രം. അന്ന് 7ാം കൽപ്പന ലംഘനമെന്നൊക്കെ പറയുന്നത് ആക്ടിവിറ്റിയിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ, പ്രവൃത്തിയിൽ ഒതുങ്ങിയിരുന്നെങ്കിൽ, ഇന്നത് മോഹത്തിൽ അത്രമാത്രം വിപുലമാക്കി. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതിനെ ആത്മീയവൽക്കരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പറയാം. സ്തോത്രം. സ്വാതന്ത്ര്യത്തിന്റെ രാജകീയ ന്യായപ്രമാണം തൊട്ട് താഴെയുണ്ട്. യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. നേരം പോയില്ലോ. സ്തോത്രം. നിങ്ങൾ താഴോട്ട് പിന്നെ വീട്ടിൽ ചെന്ന് വായി. യാക്കോബ് അപ്പോസ്തലൻ 2ാം അധ്യായത്തിലുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ രാജകീയ ന്യായപ്രമാണം. നമ്മളിന്ന് അടിമകളല്ല, നമ്മളിന്ന് സ്വതന്ത്രരാ. രാജകീയ ന്യായപ്രമാണം നമ്മൾ വിധേയരാണ്. സ്തോത്രം. കർത്താവിനൊരു പുതിയ സൃഷ്ടി ആയിരിക്കുക. ന്യായപ്രമാണം നിവർത്തിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഒരു പുതിയ സൃഷ്ടിയായി. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ കണ്ടു. കണ്ടോ? എല്ലാവരും കാൽവരിലെ സ്നേഹം കണ്ടോ? സ്തോത്രം. കാൽവരിലെ സ്നേഹത്തിന് നിങ്ങൾ എങ്ങനെ നിങ്ങൾ അതിനെ പ്രതികരിക്കും? ഹൗ ഡു യു റെസ്പോണ്ട് ടു ദ ലവ് displayed in the sacrificial death of Jesus Christ on Calvary? What's your response? നിങ്ങൾ എങ്ങനെയാണ് അത് പ്രതികരിക്കുന്നത്?
മാറിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ, താങ്ക് യു, ഗുഡ് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. നോ, Lord, if you gave yourself for me, here I give myself wholly for you. സ്തോത്രം. അങ്ങെ തന്നെ എനിക്ക് തന്നെങ്കിൽ ഞാൻ എന്നെ തന്നെ നിനക്കായി ഇതാ തരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ കൽപ്പനകളും പുതിയ നിയമത്തിൽ ഉപദേശങ്ങളുമാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പഴയ നിയമത്തിൽ എന്താണ്? കൽപ്പനകൾ. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഉപദേശങ്ങൾ. സ്തോത്രം. കൽപ്പന അനുസരിക്കുന്ന ലീഗലിസം അല്ല, ഉപദേശം അനുസരിക്കുന്ന പിതൃപുത്ര ബന്ധമാണ് ഇവിടെ വേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞാൻ പുതിയ സൃഷ്ടിയായി. അതൊരു പുതിയ ജീവിതചര്യ, ഒരു പുതിയ സ്തോത്രം, ഒരു പുതിയ ചിന്താഗതി. എല്ലാത്തിലും ഞാൻ പുതിയതായി. മനസ്സിലായത് ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. സമയം വളരെ കടന്നുപോയി എനിക്കറിയാം. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. സ്തോത്രം. അങ്ങനെ കർത്താവ് ന്യായപ്രമാണം നിവർത്തിച്ചു, നമുക്ക് വേണ്ടി വഴി ഒരുക്കിയിരിക്കുകയാണ്. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ നാളെ ക്ലാസ്സില്ല, എന്നാൽ അടുത്ത ദിവസങ്ങൾ, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ്, 2-3 ദിവസം കൂടെ ക്ലാസ്സുകളുള്ളൂ. സ്തോത്രം. ന്യായമായി എന്തെങ്കിലും വിശദീകരണം വേണമെങ്കിൽ നിങ്ങൾ ഇച്ചിരി നേരത്തെ പാചകം പോലും ഞാനിവിടെ പറയുന്നില്ല. സോ ദാറ്റ്സ് വൈ ഐ എം വെരി കെയർഫുൾ വെൻ ഐ സ്പീക്ക്. ഞാൻ വളരെ സൂക്ഷിച്ചും പതുക്കെ ആലോചിച്ച ഓരോ വാക്കും പറയുന്നത്. കാരണം ദൈവവചനം പറയുമ്പോൾ വെപ്രാളം കാണിച്ച് വിവരക്കേട് പറയരുതല്ലോ. അതിൻ്റെ കൂടെ തിയോളജി പറയുമ്പം ദൈവവചനം പറയുമ്പോൾ സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയുന്നത് സത്യമാണ്. നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന കാരണമുള്ള പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ നാമത്തിൽ വന്ദനം. നമ്മൾ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെ തുടർന്ന് കുറച്ച് കാര്യം കൂടി നമുക്കിന്ന് ചിന്തിക്കാനായിട്ട് ഉത്സാഹിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ന്യായപ്രമാണം കർത്താവ് തൻ്റെ ജീവിതത്താലും തൻ്റെ യാഗമരണത്താലും പൂർണ്ണമായി നിവർത്തിച്ചു എന്നാണ്. ക്രൂശിൽ വെച്ച് വിളിച്ചു പറഞ്ഞ 7 മൊഴികളുണ്ട്. അതിൽ 6-ാമത്തെ മൊഴി സകലവും നിവൃത്തിയായിരിക്കുന്നെന്ന്. സകലവും നിവൃത്തിയായി. ടെറ്റലസ്റ്റായി എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടു. അത് ഉപയോഗിച്ചിരിക്കുന്ന മറ്റു 2 സന്ദർഭം, ഒന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ, അതുപോലെ വെളിപ്പാട് പുസ്തകത്തിലെ ആ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഏതാണ്ട് ആ വാക്കിൻ്റെ ഒരു അർത്ഥം പോലെ, അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം പോലെ തന്നെ ആരും പറയുന്നത്, യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ എന്നേക്കുമുള്ള സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. സ്തോത്രം. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് വൺസ് ആൻഡ് ഫോർ ഓൾ. നീക്കിയില്ല, നിവർത്തിക്കുകയായിരുന്നു. സ്തോത്രം. മത്തായി 5 പറഞ്ഞ ആ പ്രസ്താവന, ഞാൻ പ്രവാചകന്മാരെയോ നീക്കാനല്ല നിവർത്തിപ്പാനാണ് വന്നത്. അങ്ങനെ സകലവും കർത്താവ് നിവർത്തിച്ചു. നിവർത്തിക്കപ്പെട്ടതിനാൽ ന്യായപ്രമാണത്തിൽ നീക്കം വന്നു. സ്തോത്രം. നിവർത്തിക്കപ്പെട്ടതിന് പിന്നെ വാലിഡിറ്റി ഇല്ല. ഒരു കാര്യം പറഞ്ഞാൽ അത് നിവർത്തിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അതിന് വാലിഡിറ്റി ഇല്ല. അതാണ് ന്യായപ്രമാണത്തിന് നീക്കം വന്നുവെന്ന് ആവർത്തിച്ച് തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നു. വിശേഷാൽ ഈ വിഷയം നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഗലാത്യ ലേഖനവും എബ്രായ ലേഖനവും ഈ വിഷയത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് വിശദീകരിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ സകലവും നിവൃത്തീകരിച്ചതിനാൽ ഇനി നമ്മൾ ന്യായപ്രമാണത്തിന് ചുവട് പിടിച്ചുള്ള യാതൊരു കാർമ്മിക കാര്യങ്ങളിലേക്കും മടങ്ങിപ്പോകാൻ പാടില്ല. കാരണം ന്യായപ്രമാണം പറയുന്നത് ഇത് ചെയ്യുന്നവർ ഇതിനാൽ ജീവിക്കുമെന്ന്. വിശ്വാസത്തിന്റെ പ്രമാണം വിശ്വസിക്കുന്നവരാൽ. സ്തോത്രം. വിശ്വസിക്കുന്നതിന് രക്ഷയുണ്ട്. പഴയ നിയമം ചെയ്യുക 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 എന്ന് പറയുമ്പോൾ പുതിയ നിയമം ആയിത്തീരുക എന്നാണ് പറയുന്നത്. സ്തോത്രം. അതാണ് ഗലാത്യർ 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഇനി ആരെങ്കിലും ആ പ്രവൃത്തിയിലേക്ക് മടങ്ങിയാൽ, അവർ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതാണ്. 5:4 പ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി
മഹാപുരോഹിതനായി നിയമിക്കുവാൻ തിരുമേനിക്ക് പ്രസാദമായല്ലോ എന്ന നന്ദിയോടും വിനയത്തോടും സ്തോത്രം. രണ്ടാമത്തെ ലൈൻ, പാപത്തിന് ശമ്പളമായ മരണത്തിന് 3 വശങ്ങളുണ്ടെങ്കിൽ ആത്മീയമരണം, ശാരീരിക മരണം, നിത്യമരണം. അത് ഞാനവിടെ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് തന്നെ. 3-ാമത്തെ ലൈന്, നിത്യമരണം നിത്യ നരകമാണെങ്കിൽ, നരകം നിത്യമാണെങ്കിൽ. അതങ്ങോട്ട് ഇട്ടേച്ച് ഒരു ഇച്ചിരി ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക്, യേശുക്രിസ്തു പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തെങ്കിൽ. യേശുക്രിസ്തു ഇന്ന് നിത്യ നരകത്തിലാണ്. ശരിയല്ലേ? അവർ ന്യായമായിട്ടുള്ള ചിന്തയാന്ന് തോന്നുന്നു. അടുത്ത ലൈൻ, ഒന്നുകിൽ പാപത്തിന്റെ ശിക്ഷ നിത്യ നരകമല്ലെന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ നരകം നിത്യമല്ലെന്ന് സമ്മതിക്കണം. അതുമല്ലെങ്കിൽ യേശുക്രിസ്തു പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തില്ലെന്ന് സമ്മതിക്കണം. അതുമല്ലെങ്കിൽ യേശുക്രിസ്തു ഇന്ന് നിത്യ നരകത്തിലാണെന്ന് സമ്മതിക്കണം. ന്യായമാണെന്ന് തോന്നുന്നു നമുക്കില്ലേ? പ്രശ്നം മനസ്സിലായോ? സ്തോത്രം. ഇത് നരകം നിത്യമല്ലെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അത് സ്ഥാപിക്കാൻ വേണ്ടിയാ. ഇതൊന്നും നമ്മൾ സമ്മതിക്കേണ്ട കാര്യമില്ല. കാരണം ശിക്ഷ നിത്യ നരകമാണ്, നരകം നിത്യവുമാണ്. ശിക്ഷ ഏറ്റെടുക്കുകയും ചെയ്തു, പാപം മുഴുവൻ ഏറ്റെടുത്തു, ശിക്ഷയും ഏറ്റെടുത്തു. പക്ഷെ യേശുക്രിസ്തു നിത്യ നരകത്തിലല്ല. കാരണം കേട്ടി, ന്യായം എന്താ പറയുന്നത്? ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. സ്തോത്രം. അപ്പോൾ ന്യായപ്രമാണം മുഴുവൻ ഏതൊരു പാപിയും നിവർത്തിച്ചാൽ, മനസ്സിലായില്ലേ? ഒരു പാപിയായ ഒരുത്തൻ ന്യായപ്രമാണം പൂർണ്ണമായും നിവർത്തിക്കാൻ കഴിഞ്ഞാൽ അവന് തന്റെ പ്രവർത്തികളാൽ എന്ത് ചെയ്യാൻ കഴിയും? നരകത്തിൽ നിന്ന് രക്ഷ നേടുവാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടേ? കാര്യം എന്താ? പ്രമാണം എന്താ പറയുന്നത്? ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അപ്പോൾ ആരെങ്കിലും ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചാൽ അവൻ എത്ര പാപമുള്ളവനായാലും അവന് നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയും. വ്യക്തമായല്ലോ? നോക്കണേ, കർത്താവ് ആദാമ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിന്റെ കുറ്റവും ഏറ്റെടുത്ത്, സ്തോത്രം, അതിനെ മുഴുവൻ ശിക്ഷയും അനുഭവിച്ചു എന്ന് പറയുമ്പോൾ അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചതിനാൽ അവന് നിത്യ നരകത്തിൽ പോകേണ്ട കാര്യം ഇല്ല. മനസ്സിലായില്ലേ? സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് ഇന്ന് നരകത്തിൽ അല്ല. അതാണ് തിരുവെഴുത്ത് പറയുന്നു, മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. സ്തോത്രം. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. യഹോവയുടെ സാക്ഷികൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തല പൊക്കുന്ന ഒരു കാലമാണ്. ഒരു വീട്ടിൽ കയറി വന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് അന്താളിച്ചു പോകരുത്. സ്തോത്രം. അവരോട് പറയണം, യേശുക്രിസ്തു മുഴുവൻ പാപവും ഏറ്റെടുത്തു, മുഴുവൻ ശിക്ഷയും അനുഭവിച്ചു. പക്ഷേ അവൻ ന്യായപ്രമാണം നിവർത്തിച്ചതിനാൽ, സ്തോത്രം, ഹല്ലേലൂയ, ജഡത്തിൽ ഒരു ബലഹീനതയുമില്ലാഞ്ഞതിനാൽ അവൻ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചതിനാൽ അവന് നരകത്തിൽ പോകേണ്ട കാര്യം ഇല്ല. അവൻ ഇന്ന് ജീവിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്തോത്രം. ഇനി ഞാൻ
അടുത്ത ഒരു ഭാഗത്ത് കിടക്കട്ടെ. വേറെ ചില ചോദിക്കും, അപ്പോൾ യേശുക്രിസ്തു ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ചു, എല്ലാവരുടെയും പാപത്തിന്റെ കുറ്റം ഏറ്റെടുത്ത് മുഴുവൻ നിവർത്തിച്ചെങ്കിൽ ഇനിയിപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവർക്കും അങ്ങ് പാപക്ഷമ കിട്ടുകയല്ലേ? മനസ്സിലായോ? ഓട്ടോമാറ്റിക്കായിട്ട് പാപക്ഷമ കിട്ടുകയില്ലേ? സ്തോത്രം. ഓട്ടോമാറ്റിക്കായിട്ട് പാപക്ഷമ കിട്ടും, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചത് അംഗീകരിച്ചാൽ. മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. നമ്മളുടെ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെയുള്ള ചില സഹോദരങ്ങൾ പറയുന്നത്, അവരുടെ തെറ്റിദ്ധാരണയോട് പറയുന്നതാണ്. ഒരു വളരെ വിചിത്രമായി ചില വിശദീകരണമൊക്കെ ചില പറയുന്നുണ്ട്. അതായത് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് ഗോൽഗോഥ എന്ന സ്ഥലത്താണല്ലോ, ആ മലയിലാണല്ലോ. ഗോൽഗോഥ എന്ന വാക്കിന് തലയോടിന്റെ ഇടമെന്നാണല്ലോ അർത്ഥം. തലയോടിടം, തലയോട്ടിക്കുന്നെന്ന് പറയാം, തലയോട്ടിക്കുന്ന്. അതിന് അവരെ ചില കൊടുക്കുന്ന വിശദീകരണം കേട്ടോണേ. തലയോട്ടിക്കുന്നെന്ന് അതിന് പറയുന്നത് ആദാമിനെ സംസ്കരിപ്പിച്ചത് അവിടെ ആണെന്നും ആദാമിന്റെ തലയോട്ടി അവിടെ കിടപ്പുണ്ടായിരുന്നെന്നും യേശുക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചപ്പോൾ യേശുവിന്റെ രക്തം ഇങ്ങനെ താഴോട്ടൊഴുകുമ്പോൾ അതിന് നേരെ താഴെ ആദാമിന്റെ തലയോട്ടി കിടപ്പുണ്ടായിരുന്നെന്നും ആദാമിന്റെ വായിരുന്ന ആ ഭാഗത്തോട്ടാണ് ഈ രക്തം ചെന്ന് വീണതെന്നും മനസ്സിലായില്ലേ? ആ വായി കൂടി വിലക്കപ്പെട്ട കനി അങ്ങോട്ട് ചെന്നാണ് മനുഷ്യവർഗം മുഴുവൻ പാപികളായത് എന്നുള്ളത് കൊണ്ട് ആ വായിലോട്ട് ഈ രക്തം വീണതിനാൽ എല്ലാവരുടെയും പാപത്തിന് ക്ഷമയായിരിക്കുന്നുവെന്നും ഞാൻ ഈ രണ്ട് ചെവിയും കൊണ്ടും ഒരിക്കൽ കേട്ടതുമാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഓട്ടോമാറ്റിക് ഇനിയിപ്പം അതുകൊണ്ട് ചില കാർമ്മികമായ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ കാർമ്മികം ചെയ്യണ്ടല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് രക്ഷ വന്നെങ്കിൽ അത് ധാരണപ്പെസ കൊണ്ട് പറയുന്നതാണ്, അവർ തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതാണ്. കർത്താവ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനി നമ്മൾ വിശ്വാസത്തോടെ അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. ഞാൻ പറയുന്ന മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കട്ടെ. സ്തോത്രം. തലയോട്ടി കുന്നെന്നതിന് പറയുന്ന ആ തലയോട്ടിയുടെ ഷെയ്പ്പിലുള്ള പാറകളാണ് ആ കുന്ന് മുഴുവൻ. അതുകൊണ്ടും സാധാരണ ക്രൂശീകരണം നടക്കുന്ന ആ സ്ഥലമാകിയാൽ ഒത്തിരി അസ്ഥികൾ തലയോട്ടിയൊക്കെ അവിടെ കിടക്കും എന്നുള്ളത് കൊണ്ടുമാണ് അതിനെ തലയോട്ടിക്കുന്നെന്ന് വിളിച്ചിരുന്നതെന്ന് ധാരാളം രേഖകളുണ്ട്. മാത്രമല്ല ആദാമിനെ അവിടെ കൊണ്ട് കുഴിച്ചിട്ടു എന്നൊന്നും നമുക്ക് യാതൊരു നിലയും ചിന്തിക്കാൻ കഴിയില്ല. മാത്രമല്ല ആ തലയോട്ടി അവിടെ കിടപ്പില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്ര കൃത്യമായ തലയോട്ടിയുടെ വായിലേക്ക് രക്തം ഒഴുകി വീണിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് സംബന്ധമായി പുസ്തകത്തിൽ രേഖ ഉണ്ടാകുമായിരുന്നു. അതെല്ലാം വെറും അസംഷൻസ് ആണ്. സ്തോത്രം. ഓട്ടോമാറ്റിക്കായിട്ട് ആർക്കും പാപക്ഷമ കിട്ടുകയില്ല. എല്ലാം ഒരുക്കി വെച്ചു. നമ്മൾ വിശ്വാസത്താൽ അത് അംഗീകരിക്കണം. മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കട്ടെ. വിശ്വാസത്താൽ അത് അംഗീകരിച്ചേ മതിയാകുള്ളൂ. എല്ലാം നിവർത്തിച്ചിരിക്കുക. മാത്രമല്ല ഓരോ വ്യക്തിയും ഉത്തരവാദികളാണ് അവരവരുടെ പാപത്തെക്കുറിച്ച്. അതുകൊണ്ട് അവനത് നിവർത്തിക്കാൻ കഴിയാഞ്ഞോണ്ട് കർത്താവ് നിവർത്തിച്ചിട്ട് അവന്റെ പാപത്തിന്റെ കുറ്റം യേശു ഏറ്റെടുത്തു എന്നുള്ളത് അംഗീകരിച്ച് യേശുവിന്റെ മരണത്തിന് അവൻ കാരണക്കാരനാണെന്നുള്ളത് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തോടെ യേശുവിന്റെ യാഗമരണം തന്റെ മരണമാണെന്ന് അംഗീകരിച്ചേ മതിയാവൂ. സ്തോത്രം. ഓരോരുത്തരും ഉത്തരവാദിയാ. കാര്യം ഇച്ഛാശക്തി ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ്. സ്തോത്രം. മാത്രമല്ല ഓരോരുത്തരും ഈ പൗരോഹിത്യം പറഞ്ഞു നമ്മൾ ചിന്തിച്ച പോലെ ഓരോരുത്തരും ഈ പൗരോഹിത്യം ഇതിലോട്ട് വരണം. ഓരോരുത്തരും വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കണം. സ്തോത്രം. അതാണ് ഈ പൗരോഹിത്യം തന്നെ അവിടെ തന്നെ എഴുതുമ്പോൾ അവിടെ ഈ കാര്യത്തിലേക്ക് പണ്ടേ വിരൽ ചൂണ്ടിയിരുന്നു. അഹരോന്യ പൗരോഹിത്യം തലമുറയായി ലഭിച്ചിരുന്നു എങ്കിലും ഒരു ചെറിയ സംഭവത്തിലൂടെ അത് വ്യക്തിപരമാണെന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം എടുത്താട്ടെ, അതും കൂടെ പറഞ്ഞു പോകാം. സംഖ്യാപുസ്തകം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ ആ സന്ദർഭം നമ്മുടെ മനസ്സിൽ വരും. ലേവിയുടെ വടിമേലോ അഹ്റോന്റെ പേർ എഴുതണം. ഓരോ ഗോത്രത്തലവൻ ഓരോ മതിയല്ലോ. ശ്രദ്ധിക്കുക, സന്ദർഭം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് കുറച്ച് കഴിഞ്ഞപ്പം ലേവ്യർക്ക് മാത്രമാണ് പൗരോഹിത്യം എന്നുള്ളതിന് ചില ആളുകൾ അങ്ങോട്ട് ബഹളം കൂട്ടി. കോരഹ്, ദാതാൻ, അബീരാം എന്നിവർ മത്സരിച്ചു. നിങ്ങൾ എന്താ വെല്ലുവിളികളാകുന്നു, ജനമെല്ലാം ദൈവത്തിന്റെ മക്കളാന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. എന്നിട്ട് ധൂപകലശവും ഒക്കെ ആയിട്ട് കടന്നു ചെന്നു. അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അഗ്നി ജ്വലിച്ച് അവർ നശിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എന്നേക്കും ഇങ്ങനെയുള്ള പ്രശ്നത്തിനൊരു ഉത്തരമായിരിക്കട്ടെ. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഞാൻ ആരെയാ തിരഞ്ഞെടുത്ത് ഇരിക്കുന്നുള്ളതിന് ഒരു തെളിവും കൂടി ഇരിക്കട്ടെ.
മോശ പറഞ്ഞായിരുന്നു ലേവ്യരെ തിരഞ്ഞെടുത്തു. അതല്ല, ഞാൻ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്ന, ഒരു അടയാളമായിട്ടിരിക്കട്ടെ. 12 ഗോത്രക്കാരും 12 വടി കൊണ്ടുവരാൻ പറഞ്ഞു. 11 ഗോത്രത്തിന്റെ പേരെഴുതണം, രൂബേൻ, ശിമെയോൻ. പക്ഷെ ലേവി ഗോത്രത്തിൽ ലേവി എന്ന് എഴുതണ്ട. എന്തെഴുതണം? അഹറോൻ എന്ന്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അഹറോൻ എന്ന് എഴുതണം. എന്നിട്ട് ഈ 12 വടിയും കൊണ്ടുവന്ന് കൃപാസനത്തിന് മുമ്പിൽ കൊണ്ട് രാത്രി വെച്ചേക്കണം. ഏത് വടി തളിർത്ത് പൂത്തിരിക്കുമോ ആ വടിയുടെ ഉടമസ്ഥനെയാണ് ഞാൻ പൗരോഹിത്യത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്തോത്രം. ഈ ഉണക്കക്കമ്പുകൾ കൊണ്ടുവച്ചു. രാവിലെ ചെന്ന് നോക്കിയപ്പോൾ അഹ്റോൻ എന്ന് പേരെഴുതിയിരുന്ന വടി തളിർത്ത് പൂത്ത് ബദാംഫലം കായിച്ചിരുന്നു. സ്തോത്രം. അപ്പൊ ദൈവം തെരഞ്ഞെടുത്തത് ആരെയാണ്? അഹ്റോനെയാണ്. ലേവി ഗോത്രം എന്താ അതിൽ എഴുതാഞ്ഞത്? അവിടെ ദൈവം ഒരു സൂചന കൊടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഗോത്രമായല്ല, തെരഞ്ഞെടുപ്പ് വ്യക്തിപരമാണ്. രക്ഷ വ്യക്തിപരമാണ്. ഗോത്രമായും കുലമായും അല്ല, പിന്നെ രക്ഷ വ്യക്തിപരമാണ്. പൗരോഹിത്യം വ്യക്തിപരമാണ്. സ്തോത്രം. അതുകൊണ്ട് ഓരോരുത്തരും വിശ്വസിക്കണം. അതാണ് റോമാലേഖനം 3:25 വാക്യം ഒന്ന് വായിച്ചേര്. റോമർ 3:25 ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതിന്റെ വാക്യങ്ങളാണ്. വേഗം വായിച്ചാട്ടെ. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കേട്ടോ, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സ്തോത്രം. ആര് വിശ്വസിക്കുന്നു അവർക്ക്, ഓട്ടോമാറ്റിക് ആയിട്ടല്ല. ആര് വിശ്വസിക്കുന്നു അവർക്ക്. വിശ്വസിക്കുന്നു പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ശരി ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, ശരി, വിശ്വസിക്കുന്നു എന്ന് വരുമ്പോൾ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും. നമ്മളത് ചിന്തിച്ചാണ്. സ്തോത്രം. ഈ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും എന്നവരുടെ വചനം കേൾക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകുക. സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലാണ് വിശ്വാസം ഉളവാകുന്നത്. കൊരിന്ത്യർക്ക് 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലൊക്കെ നമുക്കത് വായിക്കുന്നുണ്ടല്ലോ. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടും നമുക്കോ ദൈവ ശക്തിയാണ്. അതുപോലെ തന്നെ റോമാലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നു. സ്തോത്രം. ഒരു ചെറിയ വിശീർണം കൂട്ടത്തിലെന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളുടെ വചനം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളായി അല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നു എന്ന് 1 കൊരിന്ത്യർക്ക് 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. നേരം പോയി അത് ഞാൻ പറഞ്ഞു വിടാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞിട്ട് ഈ വാക്യത്തെ പല ആളുകളും അങ്ങോട്ട് ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനമാണെന്ന് പറഞ്ഞ് ഓർത്തു പാടുകയും ആവേശം കാണിക്കുകയും അന്യഭാഷയിൽ സംസാരിക്കുകയും ഇങ്ങനെ ആത്മാവിന്റെ ഇങ്ങനെയുള്ള പ്രകടനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷെ സുവിശേഷീകരണത്തിൽ അത് ഉപയോഗിക്കാനുള്ളതല്ല. എൻ്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് ശബ്ദകോലാഹലം ഉണ്ടാക്കി പരിശുദ്ധാത്മാവിൽ താൻ പ്രാപിച്ചിരിക്കുന്ന അന്യഭാഷാ വരമൊക്കെ അങ്ങ് വളരെ പ്രാധാന്യം കൊടുത്ത ഒരു പരസ്യമായ ഒരു എക്സിബിഷൻ പോലെ ഒക്കെ അങ്ങോട്ട് ആക്കി കണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ശക്തിയാണ്. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവർക്കത് രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. സ്തോത്രം. അല്ലാതെ വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതല്ല അവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണ്. ആളുകളെ രൂപാന്തരപ്പെടുത്തുന്നു. സ്തോത്രം. നോക്കണേ, വിശ്വസിക്കുന്നവർക്കത് ദൈവ ശക്തിയാണ്. പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ എത്ര പരിശ്രമം കഴിച്ചിട്ടും ജയം കൊള്ളാൻ കഴിയാതിരുന്ന പാപ സ്വഭാവത്തിന്റെ മേൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ എന്തുണ്ടാകുന്നു? വിജയമുണ്ടാകുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ശക്തി അവൻ അനുഭവിക്കാൻ കഴിയുന്നു. സ്തോത്രം. മനസ്സിലാകുന്നു വിശ്വസിക്കട്ടെ. സ്തോത്രം. അതാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകുന്നു. വചനത്തിൽ വ്യാപിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഈ വ്യക്തി വീണ്ടും ജനത്തിലേക്ക് നടത്തുക. അവിടെ നടക്കുന്ന കാര്യങ്ങളും കൂടി ഒന്നുകൂടി ഓർപ്പിച്ചേക്കാം. കാരണം അത് വളരെ പ്രധാനമായതുകൊണ്ട്
ഒന്നാമത് അവിടെ നടക്കുന്നത് പരിശുദ്ധാത്മാവ് പാപബോധം വരുത്തുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഒന്നാം വചനം കേട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അവൻ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ട് അവൻ ആദ്യം ഉണ്ടാകുന്നത് പാപബോധമാണ്. ഈ പാപബോധവും കുറ്റബോധവും ഒന്ന് വകതിരിച്ച് കാണണം. കേൾക്കണേ, പാപബോധം വേറെ, കുറ്റബോധം വേറെ. കുറ്റബോധം കുറ്റപ്രവർത്തികളിൽ അല്ലെങ്കിൽ പാപപ്രവർത്തികളെ കേന്ദ്രീകരിക്കുമ്പോൾ പാപബോധം എന്നുള്ളത് അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്നുകൂടെ പറയാം, പാപബോധവും കുറ്റബോധവും വകതിരിച്ച് കാണണം. പാപബോധം എന്ന് പറഞ്ഞാൽ തന്റെ നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യമാണ് പാപബോധം. എന്നാൽ കുറ്റബോധം എന്ന് പറയുമ്പോൾ തന്റെ ആ അവസ്ഥയിൽ താൻ ചെയ്തു പോയ പാപപ്രവർത്തികളെ കുറിച്ചുള്ള പശ്ചാത്താപമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ആ പശ്ചാത്താപം യൂദായ്ക്കും ഉണ്ടായി, അറിയാമല്ലോ. പക്ഷേ ആ പശ്ചാത്താപം യൂദായ്ക്കുണ്ടായിട്ട് അവൻ എന്തോ ചെയ്തു? അവന് കുറ്റബോധം ഉണ്ടായി, അവൻ പോയി കിട്ടിയാന്ന് ചത്തു. അത് രക്ഷയ്ക്ക് മുഖാന്തരമായില്ല. മനസ്സിലായല്ലോ? സ്തോത്രം. എന്നാൽ യഥാർത്ഥ പാപബോധം എന്ന് പറയുന്നത്, സ്തോത്രം, ഒരുവനെ ക്രിസ്തുവിലേക്ക് നയിക്കും. യഥാർത്ഥ പാപബോധം അവസ്ഥയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുക. ഐ ഹോപ്പ് യു ആർ വിത്ത് മീ. ഞാൻ നഷ്ടപ്പെട്ടവനാണല്ലോ എന്നുള്ള ബോധം ഉണ്ടാക്കുക. ഒന്നുകൂടെ പറഞ്ഞാൽ, പാപപ്രവർത്തികളിൽ തുടരുന്നതിൻ്റെ ദോഷഫലങ്ങളെ ഭയന്നിട്ട് ഒരു പുതിയ ജീവിത രീതി തെരഞ്ഞെടുക്കുക എന്നുള്ളതല്ല രക്ഷിക്കപ്പെടൽ. പാപപ്രവൃത്തികൾ തുടരുന്നത് കൊണ്ട് ഇവിടെ ശരീരത്തിനും സമൂഹത്തിനും പേഴ്സിനും ഒക്കെ കേടുപറ്റുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് വിട്ട് ഇനിയിപ്പോ നല്ലതായിട്ടൊക്കെ ജീവിച്ചേക്കാം എന്നുള്ള ഒരു തീരുമാനമല്ല രക്ഷിക്കപ്പെടൽ. സ്തോത്രം. പിന്നെയോ തൻ്റെ നഷ്ടപ്പെട്ട അവസ്ഥയെക്കുറിച്ച് തനിക്ക് യഥാർത്ഥമായൊരു ബോധ്യമുണ്ടായി. അതവനെ തൻ്റെ അവസ്ഥയെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരവസ്ഥയിലേക്ക് നടത്തണം. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? ഞാൻ നടന്നൊരു സംഭവം. ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചേട്ടാനിയന്മാർ 2 പേരാണ്. മദ്യപാനമൊക്കെ കഴിക്കുന്ന ആളാ. അവനാ വീട്ടിൽ വന്നിട്ട് അലമ്പുണ്ടാക്കി വെച്ച് പോയപ്പം അനിയനെ ഇച്ചിരി പറഞ്ഞ അനിയനെ ശകാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ എന്താണെന്നറിയോ? എടാ, അതവൻ ഇഷ്ടപ്പെട്ട പാനീയം, അവൻ ഇച്ചിരി കുടിക്കട്ടെ. പക്ഷേ കുടുംബം മുടിയാതിരിക്കാൻ അധികമാകരുതെന്ന്. കണ്ടോ? അപ്പൊ അപ്പന് ഈ മദ്യത്തോട് എന്തില്ല? വെറുപ്പില്ല. പിന്നെ അതിൻ്റെ ദോഷഫലങ്ങളെ ഭയന്നിട്ട് ഒഴിവാക്കണമെന്ന് പറയുന്നതേ ഉള്ളൂ. അതുപോരാ, നമുക്ക് കുറ്റബോധം ഉണ്ടാകണം. പാപബോധം ഉണ്ടാകണം. വെറും ഒരു കുറ്റബോധം ഉണ്ടായാൽ പോരാ. മാത്രമല്ല, ഇപ്പൊ പല ആളുകളും പറയാറുണ്ട്, ഓരോ കുറ്റവും എണ്ണി അതെങ്ങനെ വെക്കും? അങ്ങനല്ല, ഓർക്കുന്ന കുറ്റമൊക്കെ എണ്ണി പറയണം. എന്നാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് തന്റെ നഷ്ടപ്പെട്ട അവസ്ഥ ദൈവത്തോട് ഏറ്റു പറയുകയാണ്. അതാ പരിശുദ്ധാത്മ നമ്മൾ ചെയ്യുന്നത്. അത് നമ്മളെ വിനയത്തിലേക്കും ദുഃഖത്തിലേക്കും നയിക്കും. ഞാൻ ആ ഭാഗം എന്നാൽ വിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഒരു വേള ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ഈ വിശ്വസിക്കുന്നു, അത് കഴിയുമ്പോഴാണ് ദൈവമേ, വേറെ ആശ്രയബോധമില്ലാത്ത അവസ്ഥ, തൻ്റെ ആ നഷ്ടപ്പെട്ട അവസ്ഥ. ദൈവമേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നിന്നിൽ ആശ്രയിക്കുന്നു, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു, നിന്നെ ഞാൻ രക്ഷകനായി സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ എൻ്റെ കർത്താവായി ഞാൻ സ്വീകരിക്കുന്നു. അതാണ് വിശ്വാസം. ന്യായപ്രമാണം മുഴുവൻ കർത്താവ് നിവർത്തിച്ചു. അതിനു മുമ്പ് ഞാൻ നിസ്സഹായന. അത് കർത്താവ് എനിക്ക് വേണ്ടി നിവർത്തിച്ചു. ഇതാ ഞാൻ അങ്ങയെ സ്വീകരിച്ചു. ഹല്ലേലൂയ. അതാണ് അനുതാപം വന്നിട്ട് മാനസാന്തരം ഉണ്ടാകുക എന്ന് പറയുന്നത്. സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോയിക്കോട്ടെ. ഈ വിശ്വാസം അനുസരണത്തിലാണ് തെളിയുന്നത്. വിശ്വസിക്കുന്ന വെറും മാനസികമായിട്ടുള്ളത് മാത്രമല്ല, അത് എങ്ങനെ തെളിയണം? അനുസരണത്തിൽ തെളിയണം. അപ്പോൾ രക്ഷയുടെ 1-ാം ഘട്ടമാണ് നമ്മളിപ്പം പറയുന്നത്. അത് അനുസരണത്തിൽ തെളിയണം. യാക്കോബിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ വായിക്കണം. അവിടെ
യാക്കോബ് അപ്പോസ്തലൻ ചോദിക്കുക, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? വിശ്വസിക്കുന്നു പറഞ്ഞാൽ പോരാ, പിന്നെ നീ അനുസരിക്കണം. യേശുവിന്റെ മരണം എൻ്റെ മരണമെന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചാൽ പോരാ. സ്തോത്രം. അതിലെനിക്ക് പങ്കുണ്ടെന്നുള്ള അംഗീകാരം പ്രവൃത്തിയാൽ വെളിപ്പെടുത്തേണ്ടതാണ്. സ്തോത്രം. ആ പ്രവൃത്തിയിൽ അത് വെളിപ്പെടുത്തുന്നതിൻ്റെ ഒന്നാമത്തെ ഒരു ചുവടാണ് ഞാൻ ഇതിനിടയ്ക്ക് 1-2 പ്രാവശ്യം നിങ്ങളായിട്ട് സൂചിപ്പിച്ചു, വിശ്വാസാനന്തരമുള്ള ജലസ്നാനം. ഒരു ക്രൈസ്തവ സഭയും അതിനെതിരല്ല, ഒരു ക്രൈസ്തവ സഭയും സ്നാനത്തെ എതിർക്കുന്നില്ല. എന്നാൽ അത് നടപ്പാക്കുന്നതിന്റെ രീതിയിൽ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കട്ടെ. എന്നാൽ ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾ മാറ്റാൻ നമുക്ക് അവകാശമില്ലാത്തത് കൊണ്ട് പ്രായപൂർത്തിയായ ശേഷം, അല്ലെങ്കിൽ പ്രായപൂർത്തി എന്ന് പറയുമ്പോൾ തിരിച്ചറിയാൻ പ്രായമായ ഒരു വ്യക്തി തൻ്റെ പാപാവസ്ഥയെ അംഗീകരിച്ച് യേശുവിൻ്റെ യാഗമരണത്തെ വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ വിശ്വാസത്തിന്റെ അടയാളമായി അനുസരണമായിട്ടാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. സ്തോത്രം. അതൊരിക്കലും തളിക്കലിലല്ല, മുങ്ങലിലായിരിക്കണം. ഗ്രീക്കിൽ തളിക്കുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം റെന്റിസൈൻ എന്നാണ്. റെന്റിസൈൻ അതൊരിക്കലും തിരുവഴുത്തിൽ സ്നാനത്തോട് ബന്ധത്തിൽ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ മുങ്ങുക എന്നുള്ള ഉപയോഗിക്കുന്നത് ബാപ്റ്റിസ്മോ എന്നുള്ള പദമാണ്. അത് തന്നെയാണ് ബാപ്റ്റിസം എന്നുള്ള ആ പദത്തിൽ നിന്ന് വന്ന മുങ്ങുക എന്നാണ് അതിന്റെ അർത്ഥം. പ്രിയ ദൈവമക്കൾ, കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ, പഴയതിന് മരിച്ച് പഴയതിന് അടക്കപ്പെട്ട് പുതിയതിന് ഉയർക്കുന്നതിന്റെ അടയാളമായ വിശ്വാസ സ്നാനത്തിൽ കർത്താവിനെ അനുസരിക്കണം. ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല അത് വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. എല്ലാവരും ചില ആളുകളൊക്കെ അതിന് ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. 2-3 വാക്കുകൾ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. സ്തോത്രം. പഴയതിന് മരിച്ചു, പുതിയതിന് ജീവിക്കുകയാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിൽ ആകുകയാണ്. റോമാലേഖനം 6-2 വായിക്കുമ്പോൾ, അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നിങ്ങളെല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിക്കുന്ന അറിയുന്നില്ലയോ? അങ്ങനെ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടി കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അങ്ങനെ അവന്റെ മരണത്തിന് സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. 7-ാം വാക്യത്തിൽ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് സ്നാനത്തെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് ദൈവത്തെ നീതീകരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 7-ാം വാക്യത്തിൽ മറ്റൊരു യോഹന്നാന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തിയാണെങ്കിലും നമുക്ക് തിരുവെഴുത്തിൽ നമുക്കത് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സത്യമാണ്. ദൈവത്തെ നീതീകരിച്ചു എന്നെങ്ങനെ ഈ ദൈവത്തെ സ്നാനത്തിൽ നമ്മൾ എങ്ങനെ ദൈവത്തെ നീതീകരിക്കണം എന്ന് വ്യക്തമാക്കിക്കോട്ടെ. ദൈവത്തിന്റെ നിയമം പറയുന്നു പാപജന ദേഹി മരിക്കണമെന്ന്, നരകത്തിൽ പോകണമെന്ന്. എന്നാൽ ഞാന് പാപം ചെയ്തു, പക്ഷെ ദൈവം എന്നെ നരകത്തിൽ തള്ളാതെ എന്നെ സ്വർഗത്തിലേക്ക് ജീവനിലേക്ക് സ്വീകരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രമാണം പറയുന്നത് മരിക്കണമെന്ന്. പക്ഷെ പാപിയായ എന്നെ കർത്താവ് സ്വർഗത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ പിശാചിന് വേണേ ചോദിക്കാൻ, ദൈവമേ എന്താ നീതിയാണോ ഇത്? നിന്റെ പ്രമാണം പറയുന്നത് ഈ പാപി മരിച്ച് നരകത്തിൽ പോകണമെന്നാ. പക്ഷെ നീ എന്താ ഇവനെ ഇപ്പൊ സ്വർഗത്തിൽ ഉടനെ മറുപടി, അവൻ മരിച്ചു. ഇവിടെ മരിച്ചു. ഇവന്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത് എന്റെ പുത്രൻ ഇവന്റെ സ്ഥാനത്ത് മരിച്ചു. എന്റെ യേശുവിന്റെ മരണം ഇവന്റെ മരണമാണെന്ന് ഇവൻ അംഗീകരിച്ചു, ഏറ്റുപറഞ്ഞു. മാത്രമല്ല, ആ മരണത്തിൽ പങ്കാളിയാകാൻ ഞാൻ നിയമിച്ചിരിക്കുന്ന വ്യവസ്ഥയായ വിശ്വാസാനന്തരമുള്ള ജലസ്നാനത്തിൽ, സ്തോത്രം, അവൻ എന്നെ അനുസരിച്ചു. അവന്റെ വിശ്വാസം അവൻ പ്രവൃത്തിയിൽ തെളിയിച്ചു. മനസ്സിലായില്ലേ? സ്തോത്രം. അവൻ മരിച്ചു, മരണം അവനിൽ നിവർത്തിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഇവന്റെ മേൽ എന്റെ നിയമം നടപ്പായി. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, അങ്ങനെ ക്രിസ്തുയേശുവിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നു. പിന്നെയും തിരുവെഴുത്ത് എന്താ പറയുന്നത്? സ്തോത്രം. ക്രിസ്തുയേശു നമ്മൾ പരിപൂർണരായിരിക്കുന്നു എന്ന് മാത്രമല്ല, അവനാണ് നമ്മുടെ നീതി. കർത്താവാണ് നമ്മുടെ നീതി. കർത്താവിൽ നമ്മൾ നീതീകരിക്കപ്പെടുകയാണ്.
സ്തോത്രം. അതുകൊണ്ട് രക്ഷ എന്ന വിഷയത്തിലെ സുപ്രധാനമായ ഒരു ചുവടാണ് വിശ്വാസാനത്തിലുള്ള സ്നാനം. ചില നിഷ്കളങ്കരായ ചില സഹോദരങ്ങൾ തന്നെ പിന്നെ ഒരു വാക്യം എടുത്ത് അവർ സംശയം ചോദിക്കാറുണ്ട്. അവർ ചോദിക്കുന്നേ മർക്കോസിന് ശേഷം 16 വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അടുത്ത ഭാഗം എന്താ? വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സ്നാനമേൽക്കാത്ത ശിക്ഷാവിധിയിൽ അകപ്പെടുന്ന അവിടെ ഇല്ലല്ലോ. ഈ സഹോദരങ്ങളെ, അത് മൂലകൃതിയിൽ വളരെ വ്യക്തമായ ഒരു പ്രയോഗരീതി, നമ്മുടെ ഭാഷയിൽ അത് വ്യക്തമായ പ്രയോഗരീതിയാണ്. അതായത് രണ്ടാമത് ആവർത്തിക്കേണ്ട കാര്യമില്ല. അതായത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അവിടെ പിന്നെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യാത്തവൻ പിന്നെ പറയേണ്ട കാര്യമില്ല. മറ്റൊരു ഉദാഹരണം തത്തുല്യമെന്ന് പറയാൻ സമയം പോകുന്നുണ്ട്. പഠിക്കുകയും പരീക്ഷ എഴുതുകയും ചെയ്താൽ പാസ്സാകും. പിന്നെ പറയാം പഠിക്കാത്തവൻ പാസ്സാകുകയല്ലെന്ന് പറഞ്ഞാൽ മതി. പഠിക്കാത്തവൻ പരീക്ഷ എഴുതിയാലും പാസ്സാകില്ല, വിശ്വസിക്കാത്തവൻ സ്നാനപ്പെട്ടാലും രക്ഷ പ്രാപിക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? സ്തോത്രം. അതുകൊണ്ട് അവിടെ പിന്നെ അത് ആവർത്തിക്കേണ്ട കാര്യം ഇല്ല. വിശ്വസിക്കുന്നവർ എന്ത് ചെയ്തിരിക്കും? കർത്താവിനെ അനുസരിച്ചിരിക്കും, സ്നാനത്തിൽ അവനെ അനുസരിച്ചിരിക്കും. അത് മാത്രമല്ല, അതൊരു തുടക്കമേ ആവുന്നുള്ളൂ. എനിക്ക് അതിന്റെ ബാക്കിഭാഗം പറയാനുണ്ട്. സ്തോത്രം. പിന്നെ ന്യായമായി ചോദിക്കുന്ന ചില വിശദീകരണങ്ങളുണ്ട്. സ്തോത്രം. ന്യായമായി ചോദിക്കുന്ന വിശദീകരണം, പിന്നെ കുടുംബസ്നാനങ്ങളുണ്ടല്ലോ പുസ്തകത്തിൽ. ഈ കുടുംബസ്നാനങ്ങൾ കുഞ്ഞുങ്ങളില്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഉത്തരം അർഹിക്കുന്ന ചോദ്യമാണ്. കാരണം ന്യായമായിട്ട് അല്ലെങ്കിൽ സഭകൾ ഇങ്ങനെ ചിന്തിക്കുമോ, കുടുംബസ്നാനങ്ങളിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മൾ ആ ഭാഗങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അവിടെ കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ, നേരം പോയതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല, സമയം വളരെ കടന്നു പോയല്ലോ. നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. ഒന്നാമത്തെ കുടുംബസ്നാനം എന്ന് പറയുന്നത് കൊർന്നല്യോസിന്റെ വീട്ടിലേതാണ്. പ്രവർത്തികളുടെ പുസ്തകം 10-ാം അധ്യായം ആദ്യം 2-ാം വാക്യം വായിക്കണം. പിന്നെ 24-ാം വാക്യം ഒന്ന് വായിച്ചേരെ. അപ്പൊ തന്റെ ഗ്രഹം മുഴുവൻ ദൈവത്തെ ഭയപ്പെടുന്ന 24-ാം വാക്യം വായിച്ചേ. 4 നോക്കണേ. ഇനി 44 വായിക്കണം. പത്രോസ് അകത്ത് കയറിയപ്പോ താഴെ കാൽക്കൽ വീണ് നമസ്കരിച്ചു പറയാം, ദൈവം നിന്നോട് അലിച്ചതല്ലെങ്കിൽ ഞങ്ങളിവിടെ കാത്തിരിക്കുന്നു. വായിച്ചോ 44. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അപ്പം വചനം കേട്ടു, പരിശുദ്ധാത്മ പ്രാപിച്ചു. 47-48 വായിക്കുമ്പോൾ പരിശുദ്ധാത്മ പ്രാപിച്ച ഇവരെ സ്നാനപ്പെടുത്താതെ വന്നു. അപ്പോൾ പരിശുദ്ധാത്മ, വചനം കേട്ടവർ, വിശ്വസിച്ചവർ, പരിശുദ്ധാത്മ പ്രാപിച്ചവരാണ് അവിടെ സ്നാനപ്പെട്ടു. കൊർന്നല്യോസിന്റെ കുടുംബസ്നാനത്തിൽ അത് എത്ര പ്രായമുള്ള കുഞ്ഞാണേലും വചനം കേട്ട് വിശ്വസിച്ച് പരിശുദ്ധാത്മാവിന്റെ സ്നാനം കൂടെ പ്രാപിച്ചവനെ എന്ത് ചെയ്യാം? സ്നാനപ്പെടുത്താം. സ്തോത്രം. സ്നാനപ്പെടുത്താം. അവിടെ എട്ടും കൂട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളില്ലായിരുന്നു. അടുത്ത രണ്ടാമത്തെ ലുദിയ, പ്രവർത്തിയുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങളിൽ ദൈവം അവളുടെ ഹൃദയം തുറന്നു വന്നു. അവളും കുടുംബവും സ്നാനമേറ്റു എന്നുകൊണ്ട് വേഗം വായിക്കാം. മതി. അവളും കുടുംബവും. അപ്പൊ കുടുംബം സ്നാനമേറ്റു. കുടുംബം എന്ന് പറയുമ്പോൾ അവിടെ തിരിച്ചറിയാൻ പ്രായമാകാത്ത ആരുമില്ല. അത് അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ വായിച്ചാട്ടെ. 40-ാമത്തെ വാക്യം കേട്ടോ. അതായത് പൗലോസും ശീലാസും അടികൊണ്ട് കാരാഗ്രഹത്തിലായിരുന്നു. അവരെ വിട്ടു കഴിഞ്ഞപ്പോൾ അവരെ കാരാഗ്രഹത്തിലാക്കിയതിൽ ദുഃഖിക്കുവാനും, മനസ്സിലായല്ലോ? സ്തോത്രം. അവരെ തിരിച്ചു വിട്ടപ്പോൾ ആശ്വസിക്കുവാനും പ്രാപ്തിയുള്ളവർ മാത്രമേ ആ വീട്ടിൽ ഉള്ളൂ. സ്തോത്രം. അത് വ്യക്തമാണ് അവിടെ. അടുത്തത് പിന്നുള്ള ജയിലറുടേതാ. പ്രവൃത്തി 16 എളുപ്പം വായിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോയേക്കാം. പ്രവൃത്തി 16 32 മുതൽ 34 വരെയുള്ള ഭാഗം. കേട്ടോ, വീടടക്കം വിശ്വസിച്ചു, വീടടക്കം സ്നാനമേറ്റു, വീടടക്കം സന്തോഷിച്ചു. എട്ടും വീട് തിരിയാത്തൊരൊന്നുമില്ല. മുമ്പേ ഞാൻ പറഞ്ഞ ആ പാപബോധം എന്നുള്ളതിന് അവിടെ അതിന് മേളിലൊരു ഉദാഹരണം നമുക്ക് കാണാം. അറിയാമല്ലോ, അവൻ ജയിലിറങ്ങിയോട് ചാടി എന്ന് പറയുന്നു, സൗരന്മാരെ രക്ഷ പ്രാപിക്കാൻ. അതാ പാപബോധം.
നമുക്കറിയാമല്ലോ, മീൻസ് പെന്തക്കോസ്ത് ദിവസവും പാപബോധം ഉണ്ടായി. പാപബോധം ഉണ്ടായപ്പോൾ അവരെന്താ പറഞ്ഞത്? സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് വേണം, ഞങ്ങൾ എന്ത് ചെയ്യണ്ടു? ഞാൻ ചോദിക്കട്ടെ, ആ ഒരു ബോധം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വന്നിട്ടുണ്ടോ? ആ നിസ്സഹായതാബോധം. സ്തോത്രം. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും, ഞാൻ പറയുമ്പം എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ പലർക്കും ഒരു പ്രായമാകുമ്പോൾ അങ്ങ് മുങ്ങുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് നമ്മളങ്ങ് തരം താണുപോയി. അല്ലാതെ പാപബോധം വരുവാനോ നഷ്ടപ്പെട്ടതാണെന്നുള്ള ബോധം ഉണ്ടാകാനോ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കഴിയാതെ പോകുന്നു. അങ്ങനെ ആകരുത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ സ്ഥാനപ്പെടുത്തരുത്. എന്തുകൊണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞാനിപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചാണ്ട് സംസാരിക്കാറുള്ള കാര്യത്തെക്കുറിച്ച്. സ്തോത്രം. ശരിക്കും ബോധ്യം വരണം. ആട്ടെ, മുമ്പോട്ട് പോട്ടെ. അടുത്ത ഒരു കുടുംബസ്നാനം കൂടി ഉണ്ട്. സ്തേഫാനോസിന്റെ കുടുംബം എന്ന് പറഞ്ഞ് കൊരിന്ത്യർക്കെതിരെ 1-ാം ലേഖനം 1-ാം 16-17 വാക്യത്തിൽ പൗലോസ് പറയുന്നു, എടുത്തെങ്കിൽ വായിച്ചേ, സ്തേഫാനാസിന്റെ കുടുംബക്കാരെ ഞാൻ സ്നാനം കഴിപ്പിച്ചു. ഇനി സ്തേഫാനാസിന്റെ കുടുംബം 1 കൊരിന്ത്യർ 16-15 വായിച്ചാൽ സ്തേഫാനാസിന്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് കാണാം. 16-15 വായിച്ചാൽ ആ കുടുംബം വിശുദ്ധന്മാരുടെ